പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. മഹത്വം ആ ദൈവത്തിന് കരയറ്റാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ആ തിരുസാന്നിധ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മഹത്വത്തിലേക്ക് ഈ ദിവസം അനേകർ കടന്നു വരുവാൻ, മഹത്വം കണ്ട സാക്ഷികളായി തീരുവാൻ, നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ മധ്യയെ വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് ആ മഹത്വം കണ്ട എബ്രഹാം അന്ന് ആ ദൈവശബ്ദം കേട്ടപ്പോൾ കർത്താവിനെ പിൻചെല്ലാതിരിക്കാൻ സാധിച്ചില്ല. ഇന്നും നമുക്ക് നമ്മളെ മഹത്വത്തിലേക്ക് നടത്തുന്ന ആ ദൈവത്തെ ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വചനം പറയും, നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോയാലും പിന്നീട് ആ ദൈവം നമ്മളെ മഹത്വത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച്, ആ കർത്താവിന് നമുക്ക് ഒരുമിച്ച് മഹത്വം കൊടുക്കാം. ഒരു പാട്ട് പാടി കർത്താവിനെ സ്തോത്രം ചെയ്യും. സർവശക്തൻ മഹോന്നതൻ, രാജാധിരാജൻ കർത്താവികർത്തൻ, സർവശക്തൻ മഹോന്നതൻ. മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ. സാധ്യമാക്കുന്നവൻ എൽ ശദായ് എൻ ദൈവമേ, സാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ എൽ ശദായ് എൻ ദൈവമേ. മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എൻ ദൈവമേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയ ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ. സൗഖ്യം നൽകിയിടും ശക്തി പകർന്നിടും യഹോവ റാഫയവൻ, സൗഖ്യം നൽകിയിടും ശക്തി പകർന്നിടും യഹോവ റാഫയവൻ. മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ. ഇന്നലെയും നാളെയും യേശു മാറാത്തവൻ, ഇന്നലെയും നാളെയും യേശു മാറാത്തവൻ, ഇന്നലെയും നാളെയും യേശു മാറാത്തവൻ. മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ, മഹത്വം മഹത്വം എന്നേശുവേ. ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ. രാജാധിരാജൻ കർത്താവികർത്തൻ, സർവശക്തൻ മഹോന്നതൻ, രാജാധിരാജൻ കർത്താവികർത്തൻ, സർവശക്തൻ മഹോന്നതൻ. അസാധ്യമായതെല്ലാം സാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ എൽ ശദായ്, അസാധ്യമായി സാധ്യമാക്കുന്നവൻ, സാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ എൽ ശദായ് എൻ ദൈവമേ. സൗഖ്യം നൽകിയിടും ശക്തി പകർന്നിടും യഹോവ
സൗഖ്യം നൽകിടും, സൗഖ്യം നൽകിയിടും, ശക്തി പകർന്നിടും. യഹോവ റാഫായവൻ ഇന്നലെ ഇന്നും നാളെയും എന്നും. യേശു മാറാത്തവൻ, ഇന്നലെയും എന്നും നാളെയും. ഇന്നലെയും എന്നും നാളെയും എന്നും യേശു മാറാത്തവൻ. മഹത്വം മഹത്വം എന്റെ യേശുവേ, മഹത്വം മഹത്വം എന്റെ യേശുവേ, മഹത്വം മഹത്വം എന്റെ യേശുവേ, മഹത്വം മഹത്വം എന്റെ യേശുവേ. ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ജയം ജയമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കാം, ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, രാജാധിരാജാവിനു ആരാധന, കർത്താവിനു ആരാധന, രാജാധിരാജാവിനു ആരാധന, കർത്താവിനു ആരാധന, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, രാജാധിരാജാവിന് ആരാധന, കർത്താവിനു ആരാധന, രാജാധിരാജാവിനു ആരാധന, കർത്താവിനു ആരാധന, ആരാധന ഓ ആരാധന. ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ദൈവത്തിനു ആരാധന. സ്ത്രീയേക ദൈവത്തിന് സ്തുതികളിൽ വാഴുന്നവന്, ഓ ത്രിയേക ദൈവത്തിനു ആരാധന, സ്തുതികളിൽ വാഴുന്നവൻ ആരാധന. ആമേൻ ആരാധന. ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ഓ ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ആരാധന രാജാധിരാജാവിനു ആരാധന, കർത്താവിനു ആരാധന, ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന, ആരാധന ഹല്ലേലൂയ ദൈവത്തിനു ആരാധന. സുപരിചിതമായ വേദവാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 14 നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലുള്ള ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയതായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മറ്റേതിനേക്കാളും ശക്തിയേറിയതാണ്. അത് ശത്രുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ദൈവമക്കളെ പ്രാർത്ഥിക്കുവാൻ ശത്രു സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ പറയുന്നു തങ്ങളെ തമ്മിൽ പാപങ്ങളെ ഏറ്റവും ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു.
മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവിടെ ശ്രദ്ധയോടുകൂടെ അവിടെ പറയുന്നു ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചത് ശ്രദ്ധയോടുകൂടിയായിരുന്നു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ഇടയാകാതിരിക്കേണ്ട കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല പ്രാർത്ഥനകൾക്കും തടസ്സമായി നിൽക്കുന്നത്. അവിടെ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫെർവറൻറ്റ് എഫക്റ്റീവ് പ്രെയർ. അപ്പോൾ ഒരു പ്രാർത്ഥന എഫക്റ്റീവായി തീരുന്നൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കാത്തതായിട്ടൊന്നുമില്ല. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളുള്ള പ്രാർത്ഥനകളായി തീരുന്നില്ലെങ്കിൽ പലപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. ശത്രുവിൻ്റെ നേരെയുള്ള ഏറ്റവും വലിയ ആയുധം ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ഏലിയാവിന് മറുപടി കിട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും യേശുക്രിസ്തുവിന് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്നത് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് പ്രെയർ എന്നാണ്. മലയാളത്തിൽ ശ്രദ്ധയോടുകൂടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാതെ അതിനെ കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്. പലർക്കും അതിൻ്റെ അല്പം കഴിയുമ്പോൾ മടുത്തു പോകും. പക്ഷേ നമ്മുടെ മുമ്പിൽ ആ പ്രാർത്ഥന എത്ര നാൾ കഴിഞ്ഞാലും ദൈവം കണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതിയാണെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ മുറുകെ പിടിക്കുവാൻ തയ്യാറാണോ? ഏലിയാവ് കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഏലിയാവ്, തിരുവചനം പറയുന്നു, ആഹാബിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏലിയാവ് പറയുന്നത്, ഞാൻ ഈ യഹോവയുടെ മുൻപാകെ നിൽക്കുന്ന വ്യക്തി എന്നാണ് ഏലിയാവ് സ്വയം പരിചയപ്പെടുത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ മുമ്പിലല്ല ഏലിയാവ് നിന്നത് ദൈവത്തിന് മുമ്പിലായിരുന്നു. ഇന്നാരും കൂടെയില്ലെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ ആ പ്രാർത്ഥനാ ജീവിതത്തെ എനിക്കൊന്ന് മടക്കി തരണമേ. ഏലിയാവിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടിയ എഫക്റ്റീവ് പ്രെയർ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഏലിയാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ എപ്പം നോക്കിയാലും കർത്താവിനോട് ചേർന്നിരിക്കാൻ തയ്യാറാകുവാൻ, നമ്മൾ എപ്പോഴൊക്കെ ഇരിക്കാൻ തയ്യാറാകുമ്പോഴും നമുക്കൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ശത്രു ഏതെങ്കിലും തരത്തിൽ അതിനെ ഒന്ന് മുടക്കാൻ നോക്കും. അത് ഏതെങ്കിലും വ്യക്തിയിലൂടെ ആയിരിക്കാം. കാരണം പൈശാചിക മണ്ഡലത്തിനറിയാം, ദൈവപൈതൽ ദൈവവുമായിട്ട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ചില വിഷയങ്ങളുടെ മേൽ വിടുതലുണ്ട്. കേവലം 15 മിനിറ്റ് പ്രാർത്ഥനയുള്ള കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കും തോറും ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും. ആ ദൈവശബ്ദം നമ്മൾ കേൾക്കുവാൻ തുടങ്ങും. അതെ, ഏലിയാവ് കാലം എത്ര നാൾ പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചത് അതെ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. ദൈവമക്കൾ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഏലിയാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ അവിടെ എലീശ ഏലിയാവിനേക്കാൾ അത്ഭുതം ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഏലിയാവിന് അത്ര ശക്തമായി തീയിറക്കുന്നൊരു ശുശ്രൂഷ എലീശയ്ക്കില്ലായിരുന്നു. എലീശയെ ഒരിക്കലും തീയിൽ എടുക്കപ്പെട്ടുകൊണ്ട് പോകുവാൻ അല്ലെങ്കിൽ എടുക്കപ്പെട്ടുകൊണ്ട് പോകുവാൻ ഇടയാക്കിയില്ല. അപ്പോൾ എത്ര അത്ഭുതം ചെയ്തിട്ടും എത്ര അടയാളങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ? അതെ കർത്താവ് ഈ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏലിയാവിനെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഏലിയാവിന് വളരെ തീക്ഷ്ണതയുള്ള വ്യക്തിയാകും. ഏലിയാവിനെ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ യെരൂശലേമിൽ അല്ലെങ്കിൽ ജെറുസലേമിൽ ഇസ്രായേലിൽ ഞാൻ നിനക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ.
പക്ഷേ ദൈവം പറഞ്ഞു, നിൻ്റെ തീക്ഷ്ണത എനിക്കറിയാം, പക്ഷേ നിന്നെപ്പോലെ 7000 പേരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ അവരിലൊക്കെ തീക്ഷ്ണതയുള്ളൊരു വ്യക്തിയാണ് നീ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ദൈവം ഏലിയാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു തീ എരിയുന്ന പോലെ ആ പ്രാർത്ഥനയെ അത്ര സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവിടെ കാലങ്ങളും സമയം, അതുകൊണ്ടാണ് ദീർഘക്ഷമയോടെ ഇരിക്കാൻ പറയുന്നത്. ദീർഘക്ഷമയോടെ ഏലിയാവിൻ്റെ പ്രത്യേകത, ഏലിയാവ് ദീർഘക്ഷമയോടെ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, യാക്കോബിൻ്റെ ലേഖനത്തിൽ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കൺഫ്യൂസ്ഡായി പോകരുത്, ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. അങ്ങനെയാണെങ്കിൽ ഏത് വിഷയമാണെങ്കിലും ഇന്ന് പ്രാർത്ഥനയിൽ വിടുതലില്ലാത്ത ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടത്തിലാണോ? നിരാശപ്പെട്ടു പോകരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, കഷ്ടം അനുഭവിക്കുന്നതാണെങ്കിൽ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. അതേ, പ്രാർത്ഥനയുടെ ശക്തി കുറയരുത്. പ്രാർത്ഥനയുടെ ശക്തി ഈ ദിവസങ്ങൾ കൂടി വരുന്നുവെങ്കിൽ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങൾ നമ്മൾ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. പക്ഷേ വർഷങ്ങളായി കാണും ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ സമയമായപ്പോൾ ഒരു ദൈവശബ്ദം ഏലിയാവ് കേട്ടു. ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയും, കർത്താവിൻ്റെ ഒരു ശബ്ദം, പ്രാർത്ഥിക്കുന്നവന് ദൈവശബ്ദം കേൾപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അത് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, ദർശനങ്ങളിലൂടെ ആയിരിക്കാം. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ചില വ്യക്തികളുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ചില സമയങ്ങൾ നമുക്ക് നീക്കി വെക്കുവാനായിട്ട് ഹൃദയങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണ്. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതേ, ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം കൺഫ്യൂസ്ഡായി പോകരുത്. ഏലിയാവിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നതിന് പകരം ഏലിയാവ് ചൂരച്ചെടിയുടെ ചൂട്ടിൽ പോയി കിടക്കുകയാണ്. ഏലിയാവ് പറഞ്ഞ് എല്ലാം തീർന്നു, ഇനിയിപ്പോൾ നടക്കത്തില്ല, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഏലിയാവ് എല്ലാം നിർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഏലിയാവ് പോവുകയാണ്. പക്ഷേ ദൈവം, ആമേൻ, സ്തോത്രം, അത് ശത്രുവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഏലിയാവിനെ പറ്റിയുള്ള ദൈവിക പദ്ധതി, ഏലിയാവ് പ്രശ്നത്തെ ദൈവത്തെക്കാളും വലുതായി കണ്ടപ്പോൾ അവിടെ മാനസികമായി തളരുന്ന ഏലിയാവിനാണ് കാണുന്നത്. നമ്മുടെ മാനസികമായ തളർച്ചകളിൽ ദൈവം പറഞ്ഞ്, ഏലിയാവെ നീ എഴുന്നേൽക്കണം, നീ ഉപവസിക്കാൻ തയ്യാറാണ്. നീ 40 ദിവസത്തോളം ഏലിയാവിന് ആ സമയം നമുക്ക് അറിയാം അപ്പം അടയും കൊടുത്ത് ഏലിയാവിനെ ദൈവം പരിപോഷിപ്പിക്കണം. പക്ഷേ 40 ദിവസത്തോളം നടന്ന് ഹോറേബോളം, ആമേൻ, ഭക്ഷണമില്ലാതെ നടന്നു പോകുന്ന ഏലിയാവിനെ കാണുമ്പോൾ, അതെ ഹോറേബിൻ്റെ ഉന്നതങ്ങളിൽ ഏലിയാവ് ഇരിക്കുമ്പോൾ വീണ്ടും ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവം ഏലിയാവിനെ മടക്കി വിളിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അതിനകത്താണ് ദൈവശബ്ദം കേട്ടത്. ഏലിയാവിൻ്റെ ദൈവം പറഞ്ഞ്, ഏലിയാവെ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, നിനക്കുള്ള ചില ഉത്തരങ്ങൾ ഞാൻ ഈ ദിവസങ്ങൾ തരുവാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയി നിരാശപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കാനും തയ്യാറാണോ? ഹല്ലേലൂയ. ഏലിയാവേ, ഈ ദിവസങ്ങളിൽ ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ നിന്നിലൂടെ എനിക്കൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വിശ്വാസത്തെ എത്ര ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ആ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുമെന്ന് തിരുവചനം പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിശ്വസിക്കണം, എൻ്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൂടും. അനേകരുടെ രോഗങ്ങളെ നമ്മളിലൂടെ കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ സൗഖ്യമാക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇന്ന് സൗഖ്യങ്ങൾ നിന്ന് പോയിട്ടില്ല. ഇന്ന് ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അത് ആദ്യം വിശ്വാസം വേണം. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ഏത് രോഗവുമായിട്ട് ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒറ്റയ്ക്ക് നിന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആ കൃപ കർത്താവ് നമ്മുടെ മേൽ പകരും. വിശ്വാസം എന്ന് പറഞ്ഞൊരു കൃപയാണ്. അത് നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് വിശ്വാസം പ്രാപിക്കാൻ സാധിക്കരുത്. ദൈവസന്നിധി ഇരിക്കുന്നവൻ, ദൈവവചനം ധ്യാനിക്കുന്നവനാണ് വിശ്വാസം. ദൈവവചനം കേൾക്കുന്നവർക്കാണ് വിശ്വാസം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. നമുക്ക് ആയിരിക്കുന്ന അളവിലുള്ള, ആമേൻ, ഒരു വിശ്വാസത്തെ പകരാൻ കഴിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് തളർന്നു പോകരുതെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. അവിടെ പറയുകയാണ്, ഏലിയാവ് തളർന്നു പോയില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് ചൂരച്ചോടിയുടെ ചോട്ടിൽ, അതിനു മുമ്പ് ഏലിയാവിനെ നമ്മൾ കാണുന്നത്, ആമേൻ, ഒരു ആഹാബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, മഴ പെയ്യരുത്. അങ്ങനെ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരുവചനം പറയുന്നു, പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല. ആമേൻ, അവൻ പ്രാർത്ഥിച്ചു, മഴ നിന്നു. അവിടെ അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. തിരുവചനം പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ വിഷയം ഇവിടെ കാര്യമല്ല. ഏത് വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ചെറിയ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം.
എത്ര വലിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിൽ അതിനൊക്കെ ദൈവമായിരിക്കും അതിനെ ഏറ്റെടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാതിന് ദൈവത്തിന് ഏറ്റെടുക്കാൻ കഴിയാതെ. അതുകൊണ്ട് യേശു പറഞ്ഞ ചോദിപ്പം നിങ്ങൾക്ക് ഏത് വിഷയവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ, ആ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മുടെ വിഷയം കൊടുക്കുന്നത്. അപ്പോൾ വിഷയം എത്ര വലുതാണെങ്കിലും വിശ്വാസം വേണം. പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, അത് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ദേശത്ത് മഴ പെയ്യത്തില്ല, മറ്റൊന്നിനു വേണ്ടിയല്ല, ജനം മാനസാന്തരപ്പെടണം, ജീവിക്കുന്ന ദൈവത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ അറിയണവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 3 സംവത്സരം, ഏകദേശം 3 വർഷത്തോളം മഴ പെയ്തില്ല എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. 6 മാസവും പെയ്തില്ല. തിരുവചനം പറയുന്നു, പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവ് കർമ്മേലിൻ്റെ ഉന്നതങ്ങൾ കയറി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെയാണ്. ഞാൻ നിൻ്റെ ദാസനാണെന്ന് അറിയേണ്ടതിനും നീ ദൈവമാണെന്ന് അറിയേണ്ടതിനും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. വെറും ചില സെക്കൻഡുകളോ 1 മിനിറ്റുകളോ ആയിരിക്കും ആ പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥന തീർന്നപ്പോൾ തീ വിളിച്ചു വരുത്തുന്നൊരു പ്രാർത്ഥനയാണ്. സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥന ഏലിയാവിലൂടെ വെളിപ്പെടുക. അതാണ് തീക്ഷ്ണതയുള്ള പ്രാർത്ഥന. അവിടെ നിന്ന ജനം മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കുവാടെ. അതാണ് പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ പത്രോസ് ശക്തിയോടെ പ്രസംഗിച്ചപ്പോൾ അനേകരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടതിന് കാരണം മറ്റൊന്നുമല്ല, അവരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായിരുന്നു. അതേ സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഏലിയാവ്, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവിടെ കാണുന്ന കർമ്മേലിൻ്റെ ഉന്നതങ്ങളിൽ ഏലിയാവ് പ്രാർത്ഥിച്ചു, ലഭിച്ചില്ല, മഴ വന്നില്ല. പക്ഷേ വീണ്ടും ഏലിയാവ് ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക്, ആരും കൂടെ പ്രാർത്ഥിക്കാനില്ല, പക്ഷേ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവ് പറയുകയാണ്, വിഷയമല്ല, എന്ത് വിഷയത്തെ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, അത് ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായിരിക്കാം എന്നുള്ളൂ. സയൻസ് നമ്മുടെ പഠിക്കുന്ന വിഷയമായിരിക്കാം, ഒരുപക്ഷെ ടെക്നോളജി ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലെ ചെറിയ വിഷയമായിരിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. 7 പ്രാവശ്യം ഏലിയാവ് ഇരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ വന്നില്ലെങ്കിലും ഏലിയാവ് പറഞ്ഞു, അതേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു 7-ാം പ്രാവശ്യം ഞാൻ കൈപ്പത്തി പോലൊരു മേഘം പോകുന്നത് കണ്ടു. പക്ഷേ പല മേഘങ്ങളും ആകാശമണ്ഡലത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ മഴ പെയ്യാതിരുന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ആകാശത്ത് കാർമേഘം വന്നത്, പക്ഷേ ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നു, പക്ഷേ മഴ പെയ്തില്ല. പക്ഷേ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഉയർന്ന കാർമേഘത്തിന് മഴയെ പെയ്യ്ക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിന് പിന്നൊരു പ്രാർത്ഥന കിടപ്പുണ്ട്. പല പ്രാർത്ഥനാ വിഷയങ്ങളും തടഞ്ഞു കിടക്കുകയാണ്. അത് ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. കാരണം മുഴങ്കാലും മടക്കി ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വിട്ടുകളയാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ മറുപടികൾ തരുന്ന ദൈവമുണ്ട്. ഈ ദിവസങ്ങളിലും മഴ പെയ്യിക്കുന്ന ദൈവമുണ്ട്. അത് ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ സ്തോത്രം കരം ചലിച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് വിശ്വാസം പറയാം, കർത്താവേ എൻ്റെ ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഏത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ചില വിഷയങ്ങൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളഞ്ഞ വിഷയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ചില വിഷയങ്ങൾ യേശു പറയുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നവരെ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പത്രോസിൻ്റെ അതേ കാരാഗൃഹം തുറക്കുവാനിടയായത്. അവിടെ പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ മൂപ്പന്മാരെ കൂട്ടി വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കും. സഭയായിട്ടുള്ള പ്രാർത്ഥന വലിയ വിടുതലുകളെ കൊണ്ടിരുന്നതാണ്. ഇന്നും അതിന് തീർന്നു പോയിട്ടില്ല. ഇന്നും ഒരുമിച്ച് ദൈവസന്നിധിയിൽ അനവധി പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഉത്തരം നൽകുന്ന ദൈവമുണ്ട്. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ്റെ നേരെ നിങ്ങൾ ഞരങ്ങിപ്പോകരുതെന്ന് യാക്കോബിൻ്റെ ലേഖനം. മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഏതെങ്കിലും ഇടർച്ചകളുണ്ടെങ്കിൽ അവരോടൊന്ന് ക്ഷമിക്കാൻ തയ്യാറാണോ? കഥാവ് യേശുക്രിസ്തു പറയാൻ, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കത്തില്ല. അതാണ് എഫക്റ്റീവ് പ്രെയർ എന്ന് പറഞ്ഞാൽ. അനവധി കാര്യങ്ങൾ പ്രാർത്ഥനയോട് ചേർന്ന് വരുമ്പോൾ ചില ദൈവിക ഉത്തരങ്ങൾ ഈ ദിവസങ്ങൾ ലഭിക്കുകയാണ്. അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്നതാണോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നു. അത് പബ്ലിക്കായിട്ടുള്ള പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ ശക്തിയോടെ യഥാർത്ഥത്തിൽ ആത്മാവുള്ള അന്യഭാഷയാണെങ്കിൽ അതിൻ്റെ മേലുള്ള ദൈവിക വിടുതൽ കർത്താവ് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ഇന്ന് അത് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, യേശുക്രിസ്തു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവഹിതപ്രകാരം ചോദിക്കുന്നത് യേശു നൽകുമെന്ന് ദൈവത്തിന്.
ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം പറയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവത്തെയാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് എനിക്കുള്ള ധൈര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രശ്നവുമായിട്ട്, എത്ര വലിയ പ്രശ്നം, ചെറുതും വലുതുമാണോ എന്നുള്ള പ്രശ്നം അതല്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ജീവിതത്തിൽ പാപം ചെയ്തിട്ട് നമ്മളോട് ക്ഷമിക്കും. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി, രോഗശാന്തി വേണ്ടി അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് പ്രാർത്ഥന നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ്. കേവലം വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദിവസങ്ങൾ പ്രാർത്ഥന എത്ര വലിയ വിഷയമാണെങ്കിലും, തലമുറയായി കിടക്കുന്ന വിഷയമാണെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, ആ വിഷയത്തിന് എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ വിടുതലായിരിക്കും. നമുക്ക് വിശ്വാസം പറയാൻ, കർത്താവേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കുള്ളതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. യേശുക്രിസ്തു ഒറ്റയ്ക്ക് ഒരു കല്ല് ദൂരെ മാറി നിന്ന് യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാർ മാറി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധി നമുക്ക് ചില സമയങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കും. ആമേൻ. അവരുടെ മേൽ കർത്താവ് അത് പകരുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം ഒരു പാട്ട് പാടുമ്പോൾ വിശ്വാസമായ കർത്താവേ, ആ കൃപ എൻ്റെ മേൽ പകരണമേ, ആ ശക്തി എൻ്റെ മേൽ പകരണമേ. ഞാൻ വരുന്നേ, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. നാമത്തിൽ പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോരേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോരേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തം പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത യേശുവിന്റെ നാമത്തിൽ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തം പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർത്താൻ അരുളുകദാസരിൻ പരമധികം, വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൻ പരമധികം, ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക, ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക, ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണം, കേൾക്കണേ പ്രാർത്ഥന,
നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുക രുധിരത്തിൻ അത്ഭുത ശക്തിയുണ്ട് കൊണ്ട്. പാപവും രോഗവും അകറ്റിടുക രക്തത്താൽ. അത്ഭുത ശക്തി, അത്ഭുത ശക്തിയുണ്ട്. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ ദൂരെ. എത്ര പ്രാർത്ഥിക്കും? വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. അറിയുവാനിവിടെ വിശ്വാസം പകരണം. ഹൃദയങ്ങൾ തുറക്കണമേ. ആമേൻ. കേൾക്കുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണം. നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന. നൽകണേ യാചന. കേൾക്കണേ പ്രാർത്ഥന. നൽകണേ യാചന. പ്രാർത്ഥന നൽകണേ യാചന. നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേൻ. പ്രാർത്ഥനയ്ക്കുത്തരം നിന്റെ സന്നിധിയിൽ സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിന്റെ സ്വർഗീയാനുഗ്രഹ വാതിൽ തുറക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനായിട്ട് എത്ര ദൈവത്തെ സ്തോത്രം. നമുക്കുള്ള ധൈര്യമുണ്ട്, നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് ഭയമില്ല. കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പ്രാർത്ഥന മഴ പെയ്യാതിരിക്കേണ്ടതിനാൻ പ്രാർത്ഥിച്ചു. 3 സംവത്സരം 6 മാസം ദേശത്ത് മഴ പെയ്തില്ല. അവൻ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അതെ, മഴ പെയ്യുക, കാർമേഘം വരിക മാത്രമല്ല, സ്തോത്രം, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളയും കൂടെ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് എഫക്റ്റീവ് പ്രയർ എന്ന് പറഞ്ഞത്. അവൻ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിക്കാതിരുന്നിട്ടില്ല. കർത്താവ് കരങ്ങളിൽ, സ്തോത്രം, 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തുമ്പോൾ യേശുക്രിസ്തുവിന് സംശയമില്ല. കാരണം യേശുവിനറിയാം എൻ്റെ പ്രാർത്ഥന, കർത്താവ് പറയാം എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഇന്ന് നമുക്കൊരു ധൈര്യം വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥന, സ്വർഗം ആമേൻ അത് സന്തോഷിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളുടെ മേൽ ഇമ്മീഡിയറ്റായിട്ട് ദൈവം മറുപടി തരും. പക്ഷേ മറ്റൊരു സമയമാകുമ്പോൾ ദൈവം മറുപടി അയക്കും. കർത്താവ് പ്രാർത്ഥിച്ച് 3.5 ദിവസം യേശു വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ലാസറിൻ്റെ കല്ലറയ്ക്ക് അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്.
ആമേൻ കർത്താവിന് വ്യക്തമായി അറിയാമെന്ന്. പിതാവിൻ്റെ സന്നിധിയിൽ സിഗ്നൽ കിട്ടാതെ കർത്താവ് യഥാർത്ഥ ഒരു അത്ഭുതം ചെയ്യാറില്ലായിരുന്നു. ആമേൻ അവിടെ യേശു പറയുന്നത് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷമാണ് ലാസറെ പുറത്തു വരുവാൻ യേശു കൽപ്പിച്ചത്. ആമേൻ യേശു പ്രാർത്ഥിച്ചാൽ വിടുതൽ. യേശു എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ വിടുതലുണ്ട്. അതേ ഒരു എസെക്കിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രവചന ശബ്ദം കൂടെ ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൂടെ ഉണ്ടായിരുന്നു. അസ്ഥി താഴ്വാരങ്ങൾ നടക്കുമ്പോൾ ആമേൻ ഒരു പ്രത്യാശയുമില്ലാത്ത അസ്ഥിത്താഴ്വാരത്തിൽ ആമേൻ പല വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ഒരിക്കലും ഒരുപക്ഷെ എല്ലാം മുടിഞ്ഞുപോയി എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായ ഒരു ആമേൻ ഒരു എസെക്കിയേലിൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിച്ച ഒരു മണ്ഡലത്തിൽ ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ ആമേൻ എസെക്കിയേലിന് പറഞ്ഞു, നീ അതിനെ നോക്കി ചുറ്റും നടന്ന് നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന നിർത്തരുത്. നിൻ്റെ പ്രാർത്ഥന നിന്നാൽ വിഷയത്തിൻ്റെ ഒരുപക്ഷെ നിങ്ങളോടെ ആയിരിക്കാം നമ്മളോടെ ആയിരിക്കാം ചില വിടുതലുകൾ ദൈവം ഈ ദിവസങ്ങളിൽ ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കുറഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ജീവനുള്ള സമയത്തോളം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. സ്തോത്രം. ത്വക്കിൽ ജീവനുള്ളിടത്തോളം കാലം പ്രാർത്ഥിക്കാൻ എത്ര പറയുന്ന തീരുമാനമെടുക്കും. കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകത്തില്ല. ഈ ദിവസങ്ങളും പ്രാർത്ഥിച്ച് ഏലിയാവിൻ്റെ മുമ്പിൽ തീയിറക്കിയ ഒരു ദൈവമുണ്ട്. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം മറുപടി നൽകാതിരുന്നിട്ടില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചൊക്കെയും ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും സ്വർഗം കേൾക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും അവൻ ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ദേശത്തിന് വേണ്ടിയാണോ, വ്യക്തികൾക്ക് വേണ്ടിയാണോ, നമ്മുടെ തന്നെ തലമുറകൾക്ക് വേണ്ടിയാണോ? ഏതാണെങ്കിലും ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുതുക്കുവാൻ നമുക്ക് തയ്യാറാകാം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം ഉത്തരങ്ങൾ ഷുവറാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ നമുക്ക് വിശ്വാസം ആമേൻ നമ്മുടെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മേൽ കർത്താവ് അയക്കാൻ പോകുന്ന മറുപടിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കും. ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഓ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, ഭക്തനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയമുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്, ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളി ദൂരത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളി ദൂരത്തെത്തും നിശ്ചയം, ആ വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ആ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഓ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീരും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. മോക്ഷമുണ്ട്, മനം തകർന്നാൽ യേശു അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ യേശു അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം,
വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. മാക്കിടുമേ ശത്രുവിന്മേൽ ജയം നൽകിടുമേ. ഓ മാറായ മാധുര്യമാക്കിടുമേ ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, വാഗ്ദത്തം നൽകും. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. ഉത്തരമുണ്ട്, മറുപടിയുണ്ട്, തുറന്നീടും, ലഭിച്ചിടും അതു നിശ്ചയം. ഓ പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർമ്മേൽ പ്രാർത്ഥനയിൽ ഏലിയാവ് കണ്ടില്ല, പക്ഷെ ഏലിയാവ് വിശ്വസിച്ചു. ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, കൈപ്പത്തി പോലൊരു മേഘം, ഒരു മഴ വരാൻ പോവുകയാണ്. കൈപ്പത്തി പോലെ മേഘമേ ഏലിയാവ് കണ്ടുള്ളൂ. പക്ഷെ ഏലിയാവിനറിയാം, സ്തോത്രം, ദൈവത്തിന്റെ കരം അതിന്റെ പിന്നിലുണ്ട്. അതേ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന സമയങ്ങൾ മുമ്പിലുണ്ട്. മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ നാളുകളിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ആമേൻ. ഞാൻ ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കഥാവുമായി ചേർന്നിരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഇനി മുൻപിലുള്ളത്. ഒരുമിച്ച് ഒരിക്കൽ കൂടി കഥാവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു എന്ന് ഏലിയാവ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മേൽ ഒരു കൈപ്പത്തി ഈ ദിവസങ്ങൾ പൊങ്ങുന്ന ഉയരുന്ന ദിവസങ്ങൾ അനുകൂലമായി ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നതിനാണെങ്കിൽ ഏൽപ്പിക്കുക. ഈ ദിവസങ്ങളും ചാമേൻ ആ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവം മറുപടി അയക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഒരുമിച്ച് ആത്മാവിൽ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ഞാൻ കാണുന്നു കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാവ് വിറച്ച പോലെ മണിയായി പെയ്യണമേ, പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ, ണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അവൻ അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ക്ഷണത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ,
ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലം അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മളോട് അനേകർ വിടുവിക്കപ്പെടുവാൻ, ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ആത്മാക്കൾ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ മധ്യയെ കൂട്ടി വരുത്തിയ കഥാവ് കൂട്ടി വരുത്തിയ പ്രിയ പ്രകാശ് പീറ്റർ പാസ്റ്ററായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസന് എനിക്ക് തോന്നുന്ന കൊറോണ കാല സമയങ്ങളിൽ നമ്മുടെ മധ്യയെ കടന്നു വന്ന ദൈവനെ ശുശ്രൂഷിപ്പാൻ ഇടയായി. ദേശങ്ങൾ കർത്താവ് പ്രിയദാസനെ കഴിഞ്ഞ ആളിലും ഇപ്പോഴും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥന കൂടി ഇടയായിരിക്കുമ്പോൾ നമുക്ക് പ്രിയ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായിരിക്കും ദൈവിക ദൂത് പ്രിയ കർത്തദാസനോട് ദൈവം സംസാരിക്കുവാൻ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് മേലും ദൈവം മറുപടി അയക്കുന്ന ആളുകളുണ്ട്. നനയ്ക്കുന്നവനും നനയ്ക്കപ്പെടുമെന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ കർത്തദാസനായി പ്രാർത്ഥിക്കും കടന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ശേഷമായിരിക്കും സമയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രിയ നഞ്ചൻ പാസ്റ്റർ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുമെങ്കിൽ അനുഗ്രഹമായിരിക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ രാജാവേ, ഇന്ന് രാത്രിയും ഞങ്ങൾ കർത്താവേ അങ്ങയുടെ കൃപയിൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ബഹുമാന്യനായ കർത്താവ്, ഞങ്ങളുടെ ദാസൻ കർത്താവെ നടത്തുന്ന സൂം മീറ്റിംഗിൽ ഞങ്ങൾ ഒരുമിച്ച് സ്വത്രത്തോടെ വരുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ദാസൻ കർത്താവെ പ്രകാശ് പാസ്റ്ററെ കരങ്ങൾ വഹിക്കുകയും അനുഗ്രഹിക്കുകയും ഇരട്ടി ബലത്തോടെ അഭിഷേകത്തോടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടതായ അരുളപ്പാടും വചനവും ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കും. ആദ്യം മുതൽ അവസാനം പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെട്ട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ. ആമേൻ. 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 വളരെ നാളുകൾക്ക് ശേഷമാണ് കർത്താവിന്റെ ദാസന്റെ മീറ്റിങ്ങില് ശുശ്രൂഷിക്കുവാനായിട്ടുള്ള സമയം അവസരം ലഭ്യമായത്. കർത്താവിന്റെ ദാസന് ദൈവം കൊടുത്ത ശക്തിമേറിയ കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം കൊടുത്ത മനോഹരമേറിയ സഭയെയും ഓർത്ത് ഞാൻ നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിച്ചു. ആത്മനിറവിന്റെ ആരാധന, ആത്മസാന്നിധ്യത്തിന്റെ ആരാധന ആത്മാവിൽ അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച ദൈവകൃപ ഓർത്ത് നന്ദിയോടുകൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയില് ഈ മീറ്റിംഗ് ഇടിയുന്ന ക്രിസ്തുവിൽ ബഹുമാന്യ ദൈവദാസ് ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റിതര പ്രിയപ്പെട്ടവർ, വിവിധ മേഖലകളിൽ നിന്ന് വ്യത്യസ്ത ടൈം സോണിൽ ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അമ്മാവ് എനിക്ക് നൽകിയ ഒരു ദൂതിലോട്ട് ഞാൻ പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനത്തിൽ നിന്നാണ്. 102-ാം സങ്കീർത്തനം, അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കണമേ. 13-14 വാക്യം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതെ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. അടുത്ത വാക്യം. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് രാത്രിയിലെ തിരുവെഴുത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളോട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുവൻ കർത്താവെ ഞങ്ങളോട് സംസാരിക്കുമല്ലോ. വരുന്ന 1 മണിക്കൂർ സമയം ആത്മാവ് ഇടപെടണം. വ്യക്തികളോട് ദൈവാത്മാവിന്റെ ശക്തിമേറിയ ഇടപെടലുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ റൂട്ടുകൾ വെളിപ്പെടുമാറാകണം. പൊരുളുകൾ തിരിയണം കർത്താവെ. കർത്താവ് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. വളരെ മനോഹരമേറിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഏവർക്കും വളരെ സുപരിചാത്മകമായ ഒരു വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ ഈ തിരുവെടുത്ത് സംസാരിക്കുന്നത്. ദൈവാത്മാവ് ഇടപെടുന്ന വ്യത്യസ്ത രീതികളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. 102-ാം സങ്കീർത്തനം ഒരു മനോഹരമേറിയ ഒരു സങ്കീർത്തനം. അതിനകത്ത് 18-19 വാക്യങ്ങൾ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവിടെ പൂഴിയോട് അലുവും തോന്നും. ഇത് ഈ വാക്യത്തിന് പ്രത്യേകത പറഞ്ഞ് രാത്രിയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ വാക്യത്തിന്റെ പ്രത്യേകത, ഇതൊരു പ്രവചന വാക്യമാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ കുറിച്ചുള്ളൊരു പ്രവചന ശബ്ദമാണ് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്ക്. ഇവിടെ സിയോൻ എന്ന് ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പട്ടണത്തെ അല്ല. ദൈവം സിയോൻ എന്ന് വിളിച്ചിരിക്കുന്നത്, ദൈവം സിയോൻ എന്ന് വിളിച്ചിരിക്കുന്ന സർവ്വ ഇസ്രായേലിനെയും ഒറ്റ പേരിൽ ദൈവം വിളിക്കുന്നു, സിയോൻ എന്ന്. ഉദാഹരണം, ഈ പഴനിമത്തിൽ എഫ്രൈമിനെ പൊതു ഇസ്രായേലായിട്ട് ചിത്രീകരിച്ച് വിളിക്കുന്നു. എഫ്രൈമിന്റെ വാത്സല്യപുത്രനോ ഓമന കുട്ടിയോ പൊതുവിലാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സിയോൻ എന്ന് വിളിക്കുന്നത് ഇസ്രായേലിനെ മൊത്തത്തിൽ സിയോൻ എന്ന് സംബോധന ചെയ്യുന്നു. വായിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലായിരുന്നു. ആരെയാ വിളിച്ചേ? ഇസ്രായേൽ മക്കളെ. അപ്പൊ ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്ന മറ്റൊരു പേരായിരുന്നു സിയോൻ പ്രവാസികൾ. സ്തോത്രം. ഈ ബാബിലോണിന് മറ്റൊരു പേരുണ്ടായിരുന്നല്ലോ. ബാബിലോണിന് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താ? ബാബേൽ കന്യക. സ്തോത്രം. ബാബേൽ കന്യക പെട്ടെന്നൊരു ദിവസത്തിൽ വിധവയായി പോയി. സമ്പൂർണിക്കാണ് അവിടെ കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ ഇവിടെ ദൈവം വിളിക്കുന്നത് സിയോനെ, ഇസ്രായേലിനെ മൊത്തത്തിൽ വിളിക്കുക. ഈ വാക്യമുണ്ട് വേദപുസ്തകത്തിന്റെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുറമോട്ട് പോയാലും മുമ്പോട്ട് സഞ്ചരിച്ചാലും ഈ വാക്യം തീരത്തില്ല. എന്ന് വെച്ചാൽ ഈ വാക്യം എവിടെ മുതലാണ് ഈ വാക്യം കണക്ട് ആകുന്നതെന്നറിയാവോ? ദാവീദിന്റെ കാലം മുതലാണ് ഈ വാക്യം ഒരു ചരിത്രത്തിനകത്തോട്ട് കയറി വരുന്നത്. സിയോൻ കോട്ട പിടിക്കുന്ന സമയം മുതൽ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ പ്രവാചകന്മാരുടെ കാലം വരെ നീണ്ടു നിൽക്കുന്ന ശക്തമേറിയ ഒരു വചനഭാഗമാണ്. യിരെമ്യാ പ്രവചനത്തിലെ ഏതു വാക്യം എടുത്താലും, യെശയ്യാ പ്രവചനത്തിലെ ഏതു വാക്യം എടുത്താലും, പഴനിമത്തിലെ ഏത് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ എടുത്താലും ആ വാക്യങ്ങളെല്ലാം ഈ ഒരു വാക്യത്തിൽ കണക്ട് ആകാതെ പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത. ദൈവം എനിക്ക് നൽകിയ ദൂതിലേക്ക് ഞാൻ ആത്മാവിൽ പ്രവേശിക്കുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്യം ഇങ്ങനെ ഉണ്ടോ? നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ, അതിന്റെ സമയം വന്നിരിക്കുന്നു. ദൈവം പറയുന്ന ഒരു വാക്കാ, നീ എഴുന്നേൽക്കും സിയോനോട് കരുണ കാണിക്കും. എന്ന് വെച്ചാൽ ദൈവം എഴുന്നേൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നു? സിയോനോട് കരുണ കാണിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു. അപ്പോൾ സിയോന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇന്ന് രാത്രിയിൽ ദൈവവൈതലെ, ദൈവം നിനക്ക് വേണ്ടി, ദൈവം നിങ്ങൾക്ക് വേണ്ടി, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ദൈവം നമുക്കായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ കൃപ തോന്നും, അവൻ കരുണ തോന്നും. അതിന്റെ സമയത്തെ എഴുന്നേൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവം എഴുന്നേൽക്കുന്നത് അതിന്റെ കൃത്യമായ സമയത്താ. ഒന്നൂടെ പറയാം, നേരത്തെ അല്ല. ഒന്നൂടെ പറയാം, താമസിച്ചല്ല. പിന്നെന്താ? അതിന്റെ കൃത്യമായ സമയത്ത് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂതിങ്ങനെ കൈമാറുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ സമയത്താണ്. അവൻ എഴുന്നേൽക്കുന്നത്
നേരത്തെയല്ല പ്രിയപ്പെട്ടവരെ, തക്ക സമയത്ത് അവൻ എഴുന്നേൽക്കുന്നത് ഏതോ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്. ആത്മാവിൽ ഞാൻ ആ ദൂത് ഇങ്ങനെ കൈമാറുന്നു. ഏതൊക്കെയോ വിഷയത്തിന് വേണ്ടിയിട്ട് ദൈവാത്മാവ് എഴുന്നേൽക്കാൻ വേണ്ടി പോകുന്നു. സുമാരാജനോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു വെളിപ്പാട് ഇങ്ങനെ കൈമാറുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുകയും ആമേൻ സ്തോത്രം, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവകരുണയുടെ പ്രദർശനം കൈമാറുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറും. ഉദരമന രഗനഘടക ശത്രുരിബിന് റിബിനുഘടകന വൈഡകന. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യം പോലെ, ഒരു കൈസഹായം പോലും ഇല്ലാതെ പ്രവാസത്തിന്റെ അനുഭവത്തിൽ കൂടെ സഞ്ചരിച്ച് ഇനി എന്നെ ആര് പൊക്കിക്കൊണ്ടുവരും, എന്റെ വിഷയത്തിൽ ആര് കൈകടത്തും, ഇനി എന്റെ വിഷയത്തിനകത്തൊരു വിടുവനുണ്ടോ എന്ന് ചിന്തിച്ച ചിന്തകൾക്കപ്പുറത്ത് ദൈവം നിങ്ങളുടെ സബ്ജക്റ്റിനെ തൊടുന്നുവെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാണ്. അധുരമനരകനഘടക ശംധര. ആത്മാവിൽ കരങ്ങൾ ചലിപ്പിച്ചു. എനിക്കാരുമില്ലെന്നാ, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഏത് കരങ്ങൾ നീട്ടും? രാജാവിന്റെ ഉള്ളവും നീർത്തോട് കണക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരുന്നതുപോലെ എസ്തേറിന് വേണ്ടിയിട്ട് ആമെ പൊൻചങ്കോല് നീട്ടിയിട്ട് ആമെ രാജാവിന്റെ ഹൃദയം തിരിഞ്ഞില്ലേ? സ്തോത്രം ചെയ്താട്ടെ. ആമെ രാജാവിന്റെ ഹൃദയം എസ്തേറിലേക്ക് തിരിഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. ഊടഭാഷംധര. ആമേൻ. ഈ സത്യത്തില് അതിനകത്തൊരു ദൂതുണ്ട്. രാജാവിന്റെ ഹൃദയം തിരിയാനൊരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ലാത്തൊരു മനുഷ്യനാ. അവൻ അദ്ദേഹം ആരെയും കാണാൻ അനുവാദവും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവൾ അവിടെ ചെന്നപ്പോ തന്നെ ഈ മനുഷ്യന്റെ മനസ്സ് ഇവളിലേക്ക് അങ്ങ് തിരിഞ്ഞു. വൈ? എന്തുകൊണ്ട്? ഉപവാസവും പ്രാർത്ഥനയും വൃഥാവല്ല. കാരണം അവിടെ നടന്ന ഉപവാസത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. മൊർദെഖായി രട്ടിലും വെണ്ണീറിലും കൈപ്പോടിരുന്ന് നിലവിളിക്കുന്നു. 1. 2. ശൂശൻ പട്ടണം മൊത്തം ഉപവാസത്തിൽ. 3. എസ്തേർ ഉപവാസത്തിൽ. 4. എസ്തേറിന്റെ തോഴിമാർ ഉപവാസത്തിൽ. അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് മനസ്സങ്ങ് തിരിഞ്ഞു. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ചില വമ്പന്മാരുടെ മനസ്സുകളെ ദൈവാത്മാവ് തിരിച്ചു എന്ന്. സ്തോത്രം ചെയ്താട്ടെ. ഓ റാബിയാന ശംധരാധന ഘടക. ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ചില ശക്തന്മാരുടെ മനസ്സുകൾ നിങ്ങളിലേക്ക് തിരിയപ്പെടും. എസ്തേറിനെ കണ്ടപ്പോൾ തന്നെ ഇവന്റെ ബുദ്ധിക്കകത്ത് ദൈവം കയറി ഇടപെട്ടിട്ട് ഇവൻ ചോദിക്കുന്നു, നിന്റെ ആഗ്രഹം എന്താണ്? രാജ്യത്തിന്റെ പകുതിയാണോ? അത് ഞാൻ നിനക്ക് നൽകാം. അവൾ എന്തു പ്രതീക്ഷിച്ച അവൾ ചെന്നത്? ആ പ്രതീക്ഷിച്ചതിന് ഒരു മറുപടി കൈമാറി. അവൾ അങ്കലാപ്പിലാ കയറി ചെന്നത്, ഭയത്തിലാ കയറി ചെന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആമേൻ അവന്റെ ലൈഫിൽ കൈമാറി. സ്തോത്രം. അവന്റെ ലൈഫിൽ കൈമാറി. ആമേൻ സ്തോത്രം. ലീന എന്ന് പറയപ്പെടുന്ന സിസ്റ്ററോട് ആത്മാവ് ഒരു ദൂത് പറയാണ്. ദൈവത്തിന്റെ ടൈം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുന്നു. ദൂതിന്റെ പൊരുൾ ഇങ്ങനെയാണ്. ആമേൻ. ഒരു രാത്രി കൊണ്ടൊരു മനുഷ്യന്റെ മനസ്സിന്റെ ദൈവം തിരിച്ചു കളഞ്ഞത്. ഒറ്റ രാത്രി. ആമേൻ. രാജാവ് കൊട്ടാരത്തിന്റെ അകത്ത് നിൽക്കുന്നു. രാജാവ് ഒരു ചോദ്യം ചോദിക്കുക. ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ പണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാനോ? ഏതാ? ബൈബിളിലാണ്. അതല്ല. ഡേ ബൈ ഡേ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അവലോകനം എഴുതി വെക്കുന്ന പുസ്തകം ദിനവൃത്താന്ത പുസ്തകം. നിങ്ങൾ എന്റെ കൂടെ ഉള്ളതിനായ ദൈവത്തെ സ്തുതിക്കുക. ഒരു ദൈവപ്രവൃത്തിയുടെ ദൂത നിനക്ക്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ രാജാവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഓക്കെ, രാജാവ് പറയാ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. സത്യത്തില് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഡെയിലി കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വായിച്ച് കേൾക്കേണ്ട സമയം ഒരിക്കലും രാത്രിയല്ല. രാത്രിയിൽ ഇത് കേൾക്കത്തില്ല. അത് പകൽ മാത്രം നടക്കുന്നതാണ്. അത് കൊട്ടാരത്തിനകത്ത് വെച്ച് നടക്കുന്നതാണ്. കൊട്ടാരത്തിൽ രാജാവ് പ്രത്യേകം അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതേ ദിവസത്തിൽ രാജസദസ്സിലുള്ള ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഈ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ ചുമതലയുള്ളവൻ ഇത് വായിക്കുന്നത്. സ്തോത്രം. പക്ഷേ അവിടെ സിസ്റ്റത്തിന് വ്യത്യാസം ഉണ്ടായി, പതിവുകൾക്ക് വ്യത്യാസം ഉണ്ടായി. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ലൈഫിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾക്ക് പതിവുകൾക്ക് വ്യത്യാസം വരുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയാണ്. അച്ഛാ, പകലാ വായിക്കണ്ടേ, രാത്രിയിലല്ലത് വായിക്കണ്ടേ? ഉറക്കം നഷ്ടപ്പെട്ടു പറയാ. എന്താണ് ഉറക്കം നഷ്ടപ്പെട്ടില്ലോ? ആ പുസ്തകം ഒന്ന് കൊണ്ടുവരാം. സ്തോത്രം. എന്താ അത് അങ്ങനെ സംഭവിച്ചത്?
അന്ന് രാത്രിയിൽ ആ പുസ്തകത്തിൽ എഴുതിയത് വായിച്ചപ്പോൾ കേൾക്കാൻ രാജാവും വായിക്കാൻ ആ വ്യക്തി മാത്രമേ ഉള്ളൂ. അതർ പേഴ്സൺ ഇല്ല. സ്തോത്രം. ആമേൻ. പകലിത് വായിക്കുമ്പോൾ ഒരാൾ വായിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. ഒരു ദിവസം ദുബൈയിലാണെന്ന് തോന്നുന്നു, ഒരു സഹോദരിയുടെ ഒരു നേഴ്സിംഗ് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാധുപോലും എനിക്കറിയില്ല. ഈ ദൂത് കൈമാറി ദൈവാത്മാവ് അവരുടെ ജീവിതത്തിൽ ചലിച്ചു. പകലിത് വായിക്കുമ്പോൾ രാജാവ് പറയാം, ഓക്കെ, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് അവനെന്തെങ്കിലും ചെയ്തു കൊടുത്തോ എന്നൊക്കെ ചോദിക്കും രാജാവ്. ചെയ്തു കൊടുത്തോ എന്നൊക്കെ ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇവനൊരു മാന്യത കിട്ടാൻ സാധ്യത കുറവാണ്. സ്തോത്രം. ആമേൻ. രാത്രിയുടെ ആ നിശബ്ദതയിൽ ദൈവപ്രവൃത്തി നടന്നത് കണ്ടു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഈ മനുഷ്യൻ ഒരു ദൂത് കൈമാറുകയാണ്. ഇവൻ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തു? ഇല്ല. പെട്ടെന്ന് രാജാവ്, സ്തോത്രം, അന്തഃപുരത്തിൽ ആരുണ്ട്? മൊർദെഖായി അല്ല, ഹാമാൻ വിളിപ്പിക്കുക. അദ്ദേഹം വന്നു അദ്ദേഹത്തോട് പറയാം, രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആ സെന്റൻസ് ശ്രദ്ധിച്ചോ. രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷന് എന്തൊക്കെ ചെയ്യണം? പേര് പറഞ്ഞില്ല, സെക്കൻഡ് പാരഗ്രാഫിലാണ് പേര് പറഞ്ഞത്. അപ്പൊ ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പറയാ, എനിക്ക് അതിനകത്ത് ദൂത് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഇരിക്കുന്നത്. ഞാനല്ലാതെ വേറെ ആരാ? ഒരു പക്ഷെ ആദ്യം രാജാവ് പറയാ, അവിടെ മൊർദെഖായിയെ മാനിക്കാൻ പോകുന്ന എന്തവന് ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇവൻ പറയും, ഏറ്റവും കുറച്ചേ പറയത്തുള്ളൂ. അവന് വേണമെങ്കിൽ ഒരു മുണ്ടും ഒരു കൈലും കൊടുത്തിരുന്നു, നാടൻ ഭാഷയെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവരല്ലാതെ വേറെ ആർക്കും കിട്ടത്തില്ലെന്നുള്ള ചിന്ത ഉള്ളിൽ കിടന്നതുകൊണ്ട് ലഭിക്കേണ്ട മാന്യതയിൽ ഏറ്റവും ടോപ്പ് കാര്യം കൈമാറി. രാജാവേ, നിന്റെ കിരീടം, നിന്റെ വസ്ത്രം, നിന്റെ കുതിര അതിൽ കയറ്റി ഇരുത്തണം, ഇങ്ങനെ പറയണം. സ്തോത്രം. ഹാമാൻ ഈ വാക്ക് കൈമാറുകയും രണ്ടാമത്തെ സെന്റൻസിൽ ഇത് ആ മൊർദെഖായിക്ക് ചെയ്തു കൊടുപ്പിൻ. സ്തോത്രം. ആമേൻ. ദൈവപ്രവൃത്തി കണ്ടോ ദൈവത്തിന്റെ വൈതലേ? എന്ന് വെച്ചാൽ ആമേൻ, ആ രാജാവിന്റെ മനസ്സിൽ ആരുടെ പേര് കയറി? മൊർദെഖായിയുടെ പേര് ആ മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് ദൈവം കൈമാറി. കുഞ്ഞെ, പകൽ വായിക്കേണ്ടതാ, എന്നാൽ അന്ന് രാത്രിയിൽ വായിച്ചു. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. സ്തോത്രം. നാലാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ല പ്രഖ്യാപിച്ചത്. രാജാവ് വ്യക്തിപരമായിട്ട് പറയാ, എന്താ? സ്തോത്രം. ഞാൻ അവനെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവന് ചില മാന്യതകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവന് ചില പദവികൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കൂ ദൈവത്തിന്റെ വൈതലേ, അത് ഈ രാത്രി അല്ലാതെ പകൽ ദിവസം സദസ്സ് കൂടുമ്പോഴാണ് രാജാവ് ഇത് പറഞ്ഞതെങ്കിൽ നിശ്ചയമായിട്ടും മൊർദെഖായിക്ക് കുതിരപ്പുറത്തും കയറാനും പറ്റത്തില്ല, ബാത്റൂമിൽ ലഭിക്കത്തില്ല, മാന്യതയും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ പകൽ പലരും കൂടുന്നതിന്റെ മധ്യത്തിൽ വെച്ച് നിനക്ക് വേണ്ടിയുള്ള ഡിവൈൻ പദ്ധതികളുടെ ചുരുളുകൾ സ്വർഗം അഴിക്കുമ്പോൾ പകൽ വെളിച്ചത്തിനല്ല, നീയും രാജാവും ഒറ്റയ്ക്കുള്ള സമയത്ത്, ഒന്നുകൂടെ പറയാം, നീയും ദൈവവും മാത്രം ഒറ്റയ്ക്കുള്ള രാത്രിയുടെ സമയങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ദൂതിന്റെ ചുരുളുകൾ അഴിക്കും. അതിനകത്ത് ദൈവാത്മാവിന്റെ ഒരു നിയോഗത്തിന്റെ ദൂത് ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഒരു രാത്രി കൊണ്ട് കളം മാറി മറിഞ്ഞെന്നേ. ദൈവം ടൈമിങ്ങിന്റെ ദൈവമാ, ദൈവം സമയങ്ങളുടെ ദൈവമാ. സ്തോത്രം ചെയ്താട്ടെ. എന്ന് വെച്ചാൽ മൊർദെഖായി എവിടെ നിൽക്കുക? സ്തോത്രം. കൊട്ടാരത്തിലൊന്നുമില്ല മനുഷ്യൻ, എവിടെയാ? പക്ഷേ മാനിക്കപ്പെടേണ്ട സമയമായപ്പോൾ ആ മനുഷ്യനെ ആ പൊസിഷന്റെ അകത്ത് ദൈവം കണക്ട് ചെയ്തു. സ്തോത്രം. നിങ്ങൾ ആ പോഷൻ പിടിച്ചാൽ മനസ്സിലാകും. ഈ ഹാമാൻ അന്തഃപുരവാതിക്കൽ നിൽക്കുക, പുറത്ത് നിൽക്കുക. ഹാമാൻ പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് ഒരു ടോപ്പിക്ക് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? മൊർദെഖായിയുടെ വിഷയം സംസാരിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പറയുന്നു. രാജാവിനെ രക്ഷിച്ച കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ അകത്ത് നടക്കുന്ന അതേ ടൈമിൽ ഹാമാൻ എവിടെ നിൽക്കുക? പുറത്ത് നിൽക്കുകയല്ലേ? സ്തോത്രം. ആമേ. രാജാവും ദിനവൃത്താന്ത പുസ്തകം വായിച്ച ആ മനുഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ആരകത്തോട്ട് കയറിയത്? ഹാമാൻ അകത്തോട്ട് കയറിയത്. സമയത്തിന്റെ ദൈവമല്ലേ? സ്തോത്രം ചെയ്തതെന്ന് വെച്ചാൽ അവൻ ഇവൻ വരുന്ന, അതായത് ഈ പറയപ്പെട്ട ഹാമാൻ വരുന്നതിന് മുൻപ്
ദിനവൃത്താന്ത പുസ്തകം വായിക്കേണ്ടവന് രാജാവിന്റെ അടുക്കൽ ദൈവം കൈമാറിയെന്ന്. എന്ന് വെച്ചാൽ നിന്റെ നന്മകൾക്ക് ചിലർ തടസ്സം സൃഷ്ടിക്കുന്നതിന് മുൻപ്, നിന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് മുൻപ്, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴികൾക്ക് ചിലർ തടസ്സം സൃഷ്ടിക്കുന്നതിന് മുൻപ് കാര്യപരിപാടികൾ ദൈവം ഒരുക്കിയിരിക്കും. ദൂത് മനസ്സിലായവർ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച് ആമേൻ പറഞ്ഞു. ഉദരമന രകടക ശംഭരാധികടക തടസ്സം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന, തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുവൻ പുറത്തു നിൽക്കുമ്പോൾ തന്നെയാണ് ആമേൻ അകത്ത് രാജാവ് ഈ മനുഷ്യനെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ റൂട്ടുകൾ തയ്യാറാക്കിയിട്ട് ആ മനുഷ്യനെ മാനിക്കാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും ആ രാത്രിയിൽ തീരുമാനിക്കപ്പെടുന്നു. അതേ ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രിയിൽ നിന്നെ മാനിക്കുവാൻ എവിടെയൊക്കെയോ ആരെയൊക്കെയോ സ്വർഗം ഒരുക്കിയിരിക്കുന്നു. ഈ രാത്രി നിന്റെ മാന്യതയുടെ രാത്രിയാണെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ എത്ര പേർക്ക് ആ ദൂതിന് ആമേൻ പറയാൻ പറ്റും? സ്തോത്രം. ഒന്നുകൂടെ പറയാം, സ്തോത്രം. മൊർദെഖായി ഈ ചെയ്തു കൊടുത്ത കാര്യം എസ്തേർ അറിയിച്ചെന്ന. എങ്ങനെ അറിയിച്ചെന്നറിയാമോ? അത് മൊർദെഖായിയുടെ നാമത്തിൽ അറിയിച്ചെന്ന. ബൈ മൊർദെഖായി. മാസങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ മാസങ്ങളുടെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിലെ സിസ്റ്റത്തിൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ റെക്കോർഡ് അല്ലേ, അതിനകത്ത് ആരുടെ പേര് വന്നു? ഒരു സ്തോത്രം പറയാം. പക്ഷെ സിസ്റ്റത്തിനകത്ത് പേര് എൻ്റർ ആയാൽ നാളെ വിളിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. PSC ലിസ്റ്റിനകത്ത് പേര് വന്നാലും റാങ്ക് ലിസ്റ്റ് പേര് വന്നാലും വിളിക്കപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ഡിവൈൻ പദ്ധതികളാണോ? ചില ഇടങ്ങളിൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ, സിസ്റ്റത്തിൽ പേര് കയറിയിട്ടുണ്ടോ, നിന്റെ പേര് വിളിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. മൊർദെഖായി, നീ അറിയുന്നില്ല നിന്റെ പേര് എവിടേക്കോ എൻ്ററായി. ഞാൻ വിശ്വസിക്കുന്ന രാത്രിയിൽ നിന്റെ പേര് എവിടേക്കോ എൻ്ററായെന്നേ. നിന്റെ പേര് എവിടേക്കോ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ എന്നെ വിളിക്കാത്ത എന്താ? അതിന്റെ ടൈമിലേക്ക് നീ മൂവ് ചെയ്യാൻ. ഇത് ദൂത, ഇതൊരു പ്രവചന ദൂത. ആത്മാവിൽ അതിന് എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? മൊർദെഖായിയുടെ പേര് എവിടെ കയറി? ആമേൻ. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അകത്ത് കയറി. ഒന്നുകൂടെ പറയാം, രാജകീയ രേഖകൾക്കകത്ത് ആ മനുഷ്യന്റെ പേര് എൻ്റർ ചെയ്തു. കുഞ്ഞെ, മാന്യതയുടെ വഴി തുറക്കുന്നതിന് മുൻപ്, ഉയർച്ചയുടെ വഴി തുറക്കുന്നതിന് മുൻപ് ഏതൊക്കെയോ മനുഷ്യ മനസ്സുകളിൽ നിങ്ങളുടെ പേര് എൻ്റർ ആയി കഴിഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഫറവോൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ യോസേഫിനെ രാജാവെന്ന സ്ഥാനത്തേക്ക് നിയമിച്ചത്? വർഷങ്ങൾ എടുത്തില്ല, മാസങ്ങൾ എടുത്തില്ല. സ്വപ്ന വ്യാഖ്യാനം കഴിഞ്ഞ അടുത്ത നിമിഷം ദൈവാത്മാവുള്ള നിന്നെ പോലെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ? അടുത്ത സെക്കൻഡിൽ ഒറ്റ പദമാ ഫറവോൻ പറഞ്ഞു, മുട്ടുകുത്തുവിൻ. പിന്നെ ഒന്നും ആലോചിക്കാനില്ല. കാര്യം ആ ഫറവോന്റെ മനസ്സിൽ ഇവന്റെ പേര് ദൈവം സ്റ്റാപ്പിൾ ചെയ്തു. സ്തോത്രം. ഇവന്റെ പേര് ദൈവം രജിസ്റ്റർ ചെയ്തു. എവിടേക്കോ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുക. സ്തോത്രം ചെയ്താട്ടെ. അഭിഷിക്തന്മാരെ, ശുശ്രൂഷ നിൽക്കുന്ന ദൈവദാസന്മാരെ, എവിടേക്കോ നിങ്ങളുടെ പേരുകൾ ദൈവം എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു. എവിടേക്കോ നിങ്ങളുടെ പേരുകളാക്കാൻ വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് എവിടേക്കോ ഏതൊക്കെയോ ലിസ്റ്റിൽ വന്നു. എവിടേക്കോ നിങ്ങളുടെ തലമുറകളുടെ പേരുകൾ എൻ്റർ ചെയ്ത്. സ്തോത്രം ചെയ്താട്ടെ. ദൈവദാസന്മാരെ, എവിടേക്കോ നിങ്ങളുടെ ശുശ്രൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടി നിങ്ങളുടെ പേരുകൾ എൻ്റർ ചെയ്തു. എവിടേക്കോ നിയമിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ മൊർദെഖായിയുടെ പേര് എൻ്റർ ആയതും ആമേൻ ചില മാസങ്ങൾ കഴിഞ്ഞ അവന്റെ പേരിനെ വെളിയിൽ കൊണ്ടുവന്നതും ദൈവ പദ്ധതിയായിരുന്നു. സ്തോത്രം ചെയ്താൽ നമ്മുടെ പേരുകൾ ചില ഇടങ്ങളിൽ എൻ്റർ ആക്കും ദൈവം. ചില പേരുകൾ മനുഷ്യ മനസ്സുകളിൽ പേര് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് പേര് കയറി വരുമെന്നേ. സിയോനോട് ദൈവത്തിന് എന്തുണ്ട്? സിയോനോട് ദൈവം കരുണ കാണിക്കും. ആക്ച്വലി സിയോനോട് കരുണ കാണിക്കാൻ ആരുമില്ല. ഒരു മനുഷ്യൻ പോലുമില്ല. ഒറ്റ മനുഷ്യൻ പോലുമില്ല. ഇവര് കിടക്കുന്ന സ്ഥലം പ്രവാസത്തില. അവർ പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് ദൈവം തന്ന ആ ഭാഗം, ആ ദൂത് ഞാനത് പൂർത്തീകരിക്കാം. ആമേൻ. യെഹെസ്കേൽ പ്രവചനത്തില വാക്യം കിടക്കുന്നത്. എന്റെ വചനങ്ങളിൽ വായിക്കണം, ഞാൻ പറഞ്ഞു പോകാം. എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കത്തില്ല.
ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും. എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കത്തില്ല. ഒന്നും ഇനി താമസിക്കത്തില്ല. ആ വാക്കിന് പ്രശസ്തിയുണ്ട്. 13 അധ്യായത്തിൽ ലാസ്റ്റ് വാക്യമാണെന്ന്. എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കത്തില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും. ഇത് പറയാനൊരു കാരണമുണ്ട്. 11 അധ്യായത്തിന്റെ പുറകിലോട്ട് പോകണം. അവിടെ കൊടുത്തിരിക്കുന്നു, കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾക്ക് ദേശത്തുള്ളത് എന്ത്? എന്താ പറഞ്ഞത്? കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും എന്നൊരു പഴഞ്ചൊല്ല് ഇസ്രായേൽ ദേശത്ത് നിങ്ങൾക്ക് ഉള്ളതെന്ത്? അപ്പോൾ ഇസ്രായേൽ ദേശത്ത് ഇപ്പൊ ഒരു പഴഞ്ചൊല്ലുണ്ടായി. വിവരിക്കാം, നിങ്ങളുടെ കൂടെ ഉള്ളവനായ സ്തോത്രം. ആ പഴഞ്ചൊല്ല് ഇതാണ്: ഓ, കാലം നീണ്ടുപോകുമെന്നേ, ദർശനം ഒക്കാതെ പോകും. കാലം നീണ്ടുപോകും. അവിടുത്തെ ഇസ്രായേൽ ദേശത്തിലെ ആൾക്കാർ വന്ന കാലം നീണ്ടുപോകും, ഈ ദർശനമൊക്കെ ഒക്കാതെ പോകും. ആമേൻ. എന്തെന്നറിയാമോ? എന്റെ ചരിത്രം ഇതാ, അത് പറയാതെ ഈ പോഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. നെബൂഖദ്നേസർ അടിമകളായി ബാബേലിലോട്ട് കൊണ്ടുപോയില്ലേ, ആ സംഭവം. അതാ ഞാൻ പറഞ്ഞ, ഈ വാക്യം പുറകോട്ട് പോയാലും മുമ്പോട്ട് പോയാലും എവിടെയെങ്കിലും തട്ടാതെ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. ഇവർ പ്രവാസത്തിൽ കിടക്കുകയല്ലേ. 70 വർഷം. ഇരമ്യാവ് പറഞ്ഞില്ലേ 70 വർഷം പ്രവാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ 70 വർഷം പ്രവാസത്തിൽ കിടക്കുക, ഇവര് മടങ്ങി വരുന്നില്ല. പ്രവാചകന്മാർ മൊത്തം പറയുന്നു മടങ്ങി വരും, ഒരു ശേഷിപ്പ് മടങ്ങി വരും, ഇസ്രായേലിലേക്ക് മടങ്ങി വരും. പറയുന്നതല്ലാതെ നടക്കുന്നില്ല. അപ്പോൾ ഇസ്രായേൽ ദേശത്തെ ആൾക്കാര് പറയാ, ഓ, കാലം നീണ്ടുപോകുവച്ചാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എത്ര ദൂത് കിട്ടും, എത്ര വാക്തത്വം കിട്ടും, എത്ര ആലോചന കിട്ടും. കേൾക്കുമ്പോൾ ഒരു സന്തോഷവും പെരുപ്പും തരിപ്പും ഒക്കെ ഉള്ളത് ഒന്നും ഇന്നേ വരെ നടന്നിട്ടില്ല. അതാ കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും എന്ന് ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ലുള്ളതെന്ത്? അപ്പോൾ ഇസ്രായേൽ ദേശത്തെ പഴഞ്ചൊല്ലെന്താ? ഓ, ഇവിടുന്ന് പോയ ജനം അവിടെ കിടക്കത്തേ ഉള്ളൂ. എവിടെ? ബാബിലോണിൽ. അവർ ഇങ്ങോട്ട് മടങ്ങി വരാൻ സാധ്യതയില്ല, അവർ മടങ്ങി വരത്തില്ല. പഴഞ്ചൊല്ലുള്ളതെന്ത്? അടുത്ത വാക്ക് കേൾക്കണോ? അടുത്ത വാക്യത്തെ ദൈവം പറയാ, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. എന്റെ ജീവിതത്തെ പിടിച്ചുരുക്കൊരു സന്ദേശമാണ്. ദൈവം പറയും, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. കുഞ്ഞെ, ദൈവത്തിന്റെ ആലോചനയെ, അരുളപ്പാടിനെ ഒരു കൂട്ടം ജനങ്ങൾ പഴഞ്ചൊല്ലാക്കി മാറ്റിയപ്പോൾ ദൈവം പറയുന്നു, ഞാന് ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നിങ്ങളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ അത് കേട്ടവർക്കറിയാം, നിങ്ങൾക്കറിയാം. പലപ്പോഴും നിങ്ങളോട്, എന്നോട്, നമ്മോട് ചോദിച്ചില്ലേ, ഇതെന്ന് നിവർത്തിയാകും, ഇതെന്ന് നടക്കും, ഇതെന്ന് സംഭവിക്കും? ദൈവം പറയുന്നു, ഞാൻ ആ പഴഞ്ചൊല്ലി നിർത്തലാക്കും. കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് അവരെടുത്തുവിട്ട ചില പഴഞ്ചൊല്ലുകളെ ഈ രാത്രിയിൽ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. ചില പഴഞ്ചൊല്ലുകളെ ഞാൻ നിർത്തലാക്കാൻ വേണ്ടി പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു ദൈവപ്രവൃത്തിയും ഇല്ലാത്തത് കൊണ്ട്, ഒരു ദൈവപ്രവൃത്തിയുടെ വെളിപ്പാട് സംഭവിക്കാത്തത് കൊണ്ട്, ഒരു മാറ്റങ്ങളും കാണാത്തത് കൊണ്ട് ദൈവം പറയുന്നു, ആൾക്കാർ പറയുന്നു, കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും. ദൈവം പറയുന്നു, അല്ല, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഇനിയും ഈ വാക്യം എന്ന് കണക്ട് ചെയ്തേ, ഇതാ, സിയോനോട് ഞാൻ കരുണ കാണിക്കും. കണ്ടോ? അതിന്റെ സമയം വന്നിരിക്കുന്നു. കണ്ടോ? അതിന്റെ കാലം വന്നിരിക്കുന്നു. കണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ദൈവം പറഞ്ഞെന്താ? എടാ, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കാൻ പോവുകയാ. ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലരും പല സമയങ്ങളിൽ പറഞ്ഞ പഴഞ്ചൊല്ലുകൾ ദൈവാത്മാവ് നിർത്തലാക്കാൻ വേണ്ടി പോവുകയാണ്. ഓ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവരുടെ നന്മകൾ വിഴുങ്ങിയത് ആരാ? ഇവിടെ നന്മകൾ വിഴുങ്ങിയത്? ആമേൻ. യിരെമ്യാ പ്രവചനത്തിലെ വാക്യം കിടപ്പുണ്ട്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ സ്വാദുഭോജനം കഴിച്ചു ഞങ്ങളെ ഭ്രഷ്ടരാക്കി മാറ്റി. ആമേൻ. ഞങ്ങൾക്കുള്ളതെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇവരുടെ സമ്പത്തും നന്മ മൊത്തം ആര് വിഴുങ്ങി? ബാബേൽ ഈ സമ്പത്ത് മൊത്തം വിഴുങ്ങി. സമ്പത്ത് മൊത്തം വിഴുങ്ങി. ആമേൻ. ഇസ്രായേലിനെ വിഴുങ്ങിയില്ലേ? വാക്യങ്ങളുണ്ട്. യിരെമ്യാ പ്രവചനത്തിന്റെ വാക്യം കൊടുത്തിരിക്കുന്നത് 51-ാം അധ്യായത്തിൽ, ഓർമ്മ ശരിയാണെങ്കിൽ 51-ാം അധ്യായത്തിലാ. സ്തോത്രം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ബാബേൽ ഇവരെ വിഴുങ്ങിയെന്നേ. ഇവരുടെ സമ്പത്തും സമൃദ്ധിയും നന്മയും മൊത്തം വിഴുങ്ങി. ഓ, സ്തോത്രം ചെയ്താട്ടെ.
കുഞ്ഞെ നിന്റെ നന്മയും സമ്പത്തും അഭിവൃദ്ധിയും നിന്റെ വഴികളും ആരെങ്കിലും വിഴുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറ, അത് തിരിച്ച് അത് വൊമിറ്റ് ചെയ്യും, തിരിച്ചത് ഛർദിക്കും. ഞാൻ പറയുന്ന വാക്ക് എന്റെ അല്ല, പുസ്തകത്തിലെ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. അതേ യിരെമ്യാ പ്രവചനത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ബാബേൽ. ആ വാക്യം ഒന്ന് എടുക്കാമോ? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം പോകട്ടെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ആ ബാബേൽ ആരെയാണോ വിഴുങ്ങിയത്, ബാബേൽ ആരെയാണോ വിഴുങ്ങിയത്, തിരിച്ച് അവരെ ഛർദിച്ചു. എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ കൊണ്ടുപോയത്, വിഴുങ്ങിക്കളഞ്ഞത്, നന്മ വിഴുങ്ങിക്കളഞ്ഞത്, കുഞ്ഞെ അതെല്ലാം തിരിച്ചു കൊടുത്തു. ഇസ്രായേൽ പുസ്തകം ഒക്കെ ചേർത്ത് വായിച്ചേ. ആമേൻ. ജനത്തെ പറഞ്ഞു വിട്ടപ്പോൾ ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ മൊത്തം എടുപ്പിച്ചു. എവിടെ കൊണ്ടുവച്ചു? അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ, അങ്ങനെ ശീനാർ ദേശത്ത് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിന്റെ അകത്ത് കൊണ്ട് പൊൻവെള്ളി പാത്രങ്ങൾ വെച്ചു. കുഞ്ഞെ മടങ്ങിപ്പോക്കിന്റെ സമയമായപ്പോൾ, സ്തോത്രം, മടങ്ങിപ്പോക്കിന്റെ സമയമായപ്പോൾ ആമേൻ, എന്തൊക്കെ വിഴുങ്ങിയോ 70 വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം തിരിച്ചു കൊടുത്തു. കുഞ്ഞെ എവിടൊക്കെ ആരൊക്കെ ഏതൊക്കെ നിന്റെ നന്മകൾ വിഴുങ്ങിയോ അതെല്ലാം തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ, അതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, അതെല്ലാം തിരിച്ച് നിന്റെ ദേശത്ത് വന്നു കയറിയേ പറ്റത്തുള്ളൂ. ഏത് ദേശത്തിൽ നിന്ന് നിന്റെ നന്മകൾ ഒഴുകി മാറിപ്പോയത്, ഏത് ദേശത്തു നിന്ന് നിന്റെ നന്മകളെ എടുത്തുകൊണ്ട് പോയത്, അതേ ദേശത്തേക്ക് നിന്റെ നന്മകൾ തിരിച്ചു കയറിയേ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, 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 ആമേൻ. എവിടുന്നാ നന്മ ഇറങ്ങിപ്പോയത്? ആമേൻ. അതേ ദേശത്തേക്ക് അത് തിരിച്ചു കയറി. എവിടുന്നാ നിങ്ങളുടെ ആമേൻ ആമേൻ പല മേഖലകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചത്, അത് അവിടേക്ക് തിരിച്ചു കയറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എസെക്കിയേൽ പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? എന്റെ ജനം വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകൾ നീട്ടി നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിപ്പിൻ. മുന്തിരിവള്ളി ഫലം കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് എന്തിനാ? ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശി ഈ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ ഈ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൊമ്പ് നീട്ടാതിരിക്കാൻ പറ്റത്തില്ല, കൊമ്പ് നീട്ടി ഫലം കായ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞെ, നീ ചിലയിടങ്ങളിൽ ചെല്ലുന്നതിന് മുമ്പ് കൊമ്പ് നീട്ടി ഫലം കായ്ക്കാൻ ദൈവം വൃക്ഷങ്ങളോട് പോലും കൽപ്പിക്കും. ആ വചനത്തിന് ഒരു ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം. ദാസൻ പ്രിൻസ് ജോസഫ്, എന്റെ സ്നേഹിതൻ, മീറ്റിങ്ങിനുണ്ടല്ലോ, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദീർഘ വർഷങ്ങൾക്കുമുള്ള ആത്മീയ ബന്ധവാ. പ്രൈസ് ദി ലോർഡ്. എവിടുന്നാണ്, ഏത് ദേശത്തു നിന്നാണ് ഇവിടെ നന്മ ഇറങ്ങിപ്പോയത്? ഏത് ദേശത്തു നിന്നാണ് നന്മ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയത്? അതേ ദേശത്തിൽ നിന്നു തന്നെ തിരിച്ച് അവരുടെ ദേശത്തേക്ക് അത് തിരിച്ചു കയറി. അർത്ഥലാറികൾക്കിടെ എത്ര പേര് ഇത് രാത്രി ആമേൻ പറയാൻ തയ്യാറാ? കുഞ്ഞ്, എവിടുന്ന് നഷ്ടപ്പെട്ടോ, നഷ്ടപ്പെട്ടത് അവിടേക്ക് തന്നെ അത് തിരികെ വന്നു ചേർന്നു. സ്തോത്രം. ആമേൻ. വിഴുങ്ങിയതാണോ? അത് തിരിച്ച് വന്നേ പറ്റത്തുള്ളൂ. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ സമ്പത്ത് വിഴുങ്ങി അതവന് ഛർദ്ദിക്കുമെന്ന്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഒരു 3 മണിയായ സമയം എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഞാൻ ചാടി എഴുന്നേറ്റു. ഞങ്ങളുടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, 3 പേരേ ഉള്ളൂ. ഇനി എന്തൊരു സാധനം കിട്ടി ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും. ആത്മാവിനോട് പറഞ്ഞു, എടാ എന്ത് വിഴുങ്ങിയോ തിരിച്ച് ഛർദ്ദിക്കേണ്ടി വരും. ചിലത് അണപ്പല്ലിന്റെ ഇടയില, വയറ്റി പോയിട്ടില്ല, തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ. മൂന്ന് മനസ്സിലായോ? ആമേൻ. ദാവീദിന്റെ ആട് അണപ്പല്ലിന്റെ ഇടയിലായിരുന്നല്ലേ? സിംഹത്തിന്റെ വയറ്റി പോയോ? ഇല്ല. അതിനു മുമ്പേ ഒരു സോദരൻ പറഞ്ഞാട്ടെ, അവൻ അതിനെ തിരിച്ചു പിടിച്ചു, അവൻ അതിനെ അടിക്കുകയും ചെയ്തു. കുഞ്ഞെ, നിന്റെ ചില നന്മകൾ അണപ്പല്ലിന്റെ ഇടയിലാണ് എന്ന് വെച്ചാൽ അകത്ത് പോയിട്ടില്ലെന്ന്, അതിനകത്തുനിന്ന് അവൻ അതിനെ തിരിച്ചു പിടിച്ചു. സ്തോത്രം ചെയ്താട്ടെ. അടുത്ത വാക്യം പറയാം, അത് വയറ്റിൽ പോയെങ്കിൽ അത് അവിടെ നിന്നും തിരിച്ച് ഛർദ്ദിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദൈവം നമുക്ക് കൈമാറിയ നന്മകൾ എന്തുവായിക്കൊള്ളട്ടെ, അത് തിരിച്ച് നമ്മിലേക്ക് തന്നെ കയറും. സ്തോത്രം ചെയ്താട്ടെ. അത് വർഷങ്ങൾ എത്രയായെന്ന് പറഞ്ഞാലും, കാലങ്ങൾ എത്രയായെന്ന് പറഞ്ഞാലും തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അതേ മിസ്രയീം മൊത്തം ഇസ്രായേൽ മക്കളുടെ നന്മകൾ മൊത്തം അകത്താക്കി വെച്ചില്ലേ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ അകത്തളത്തിനകത്തുനിന്ന് ദൈവം അത് തിരിച്ചടിപ്പിച്ചില്ലേ? സ്തോത്രം. യോസേഫിന്റെ
ഈ യോസേഫിന്റെ അടുക്കിലേക്ക് ആൾക്കാർ പൈസ കൊണ്ട് കൊടുത്തപ്പോൾ യോസേഫ് കിട്ടിയ പൈസ മൊത്തം ഈ ഫറവോന്റെ ഭണ്ഡാരത്തിൽ ഇട്ടെണ്ണ ഫറവോന്റെ ഭണ്ഡാരത്തിലോട്ട് പോയി. ആ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ദൈവകൃപ കൊണ്ടും ആ രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത് അതെല്ലാം ഫറവോന്റെ ഭണ്ഡാരത്തിൽ പോയി. എന്തൊരു വിശ്വസ്തതയാ! ഫറവോന്റെ ഭണ്ഡാരത്തിൽ പോയി. ഞാൻ പറയും, സാരമില്ല, ആ ഭണ്ഡാരത്തിൽ പോയാൽ എങ്ങും പോകത്തില്ല. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ യോസേഫ് വെളിപ്പാടുള്ള മനുഷ്യനാ. ഞാന് ആ ഭണ്ഡാരത്തോട്ട് ഇടുക, എന്റെ ജനം എന്റെ അസ്ഥിയുമായിട്ട് പുറപ്പെടുന്ന സമയം, ഇന്ന് ഈ ഭണ്ഡാരത്തിലോട്ട് എന്റെ സ്വപ്നവ്യാഖ്യാനം കൊണ്ട് നിറയ്ക്കുന്ന സമ്പത്തുണ്ടല്ലോ, ആമേൻ പറയാമോ? അത് തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കുഞ്ഞേ, പുറപ്പാടിന്റെ സമയം ഇസ്രായേൽ മക്കൾ വെറും കൈയായി പുറപ്പെട്ടില്ല, ബഹുസമ്പത്തോടെ പുറപ്പെട്ടു. വർഷങ്ങൾക്ക് പുറകിൽ ഒരു മനുഷ്യൻ തന്റെ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ ഫറവോന്റെ ഭണ്ഡാരത്തിനകത്തോട്ട് കയറ്റിയിട്ടത്. സ്തോത്രം! പിടിയിട്ടിയോ? ആ പ്രോഫിറ്റ് ഒക്കെ ചില അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ലേ? രാമനും പറയാവോ? ആ സമ്പത്തൊക്കെ ചില അക്കൗണ്ടിലോട്ട് കയറ്റിയിട്ടില്ലേ? പിന്നെ ആ അക്കൗണ്ടിലോട്ട് ഈ സമ്പത്തൊക്കെ കയറ്റിയിട്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നേ, നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലെന്നേ, പിന്നെന്താ? അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ എനിക്ക് വേണ്ടിയിട്ട്, എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എവിടെയൊക്കെയോ നമുക്ക് വേണ്ടിയിട്ട്, എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ ബാങ്ക് അക്കൗണ്ടിന്റെ അകത്തേക്ക് കുഞ്ഞ നിനക്ക് വേണ്ടി ഉള്ളത് പേര് പറഞ്ഞ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, അത് നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ പേഴ്സിലേക്ക്, നിന്റെ വീട്ടിലേക്ക് ദൈവം അത് കൈമാറുമെന്ന് ദൂത് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് ആ ദൂതിനോട് ആമേൻ പറയാൻ പറ്റും? സ്തോത്രം! ഇസ്രായേൽ മക്കള് പോയി ചോദിച്ചില്ലേ ഫറവോനോട്? സമ്പത്ത് തരാൻ ചോദിച്ചില്ലേ? ചോദിച്ചു. അവര് കൊടുത്തില്ലേ? കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഫറവോന്റേതാണോ ഫറവോൻ കൊടുത്തത്? ഞാൻ പറയും, ഫറവോനെ, നിന്റെ കൊട്ടാരത്തിലൊന്നുമല്ല. ഞാൻ ഇവിടെ എൻ്റെ ഒരു വായിച്ചറിവാണ്. യോസേഫ് ഭരണത്തിൽ കയറിയ കാലം മുതൽ യോസേഫിന്റെ ഭരണം തുടങ്ങിയ കാലം മുതൽ ഭരണം അവസാനിച്ച കാലഘട്ടം വരെ യോസേഫ് മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സമ്പത്തിന്റെ സമൃദ്ധി ആ രാജ്യത്തിന് ഏറ്റവും വലുതായിരുന്നു. അതിനു മുമ്പ് കുറവായിരുന്നു. പുള്ളി ഭരണത്തിൽ കയറിയപ്പോൾ നല്ലൊരു സാമ്പത്തികാസ്തി ഖജനാവ് നിറച്ചിട്ടാ പുള്ളിയുടെ കാലം കഴിഞ്ഞത്. സ്തോത്രം! ആമേൻ. എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ മക്കൾക്ക് പറയാം, അതെ ഫറവോനെ, നിന്റേതൊന്നുമല്ല, പിന്നെന്തുവാ? ഞങ്ങളുടെ വല്യപ്പച്ചൻ ഉണ്ടാക്കിയിട്ടതാണോ ഞങ്ങൾ ചോദിച്ചു. സ്തോത്രം പറഞ്ഞട്ടെ. എന്ന് വെച്ചാലേ, ഞങ്ങളുടെ വല്യപ്പച്ചനായിരിക്കുന്ന യോസേഫെ വെളിപ്പാടിൽ കൈമാറിയ ഒറ്റ വെളിപ്പാടിൽ അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ട പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ പറയും, ഇത് ഞങ്ങളുടേതാ. സ്വത്രം! ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ വല്യപ്പച്ചനായിരിക്കുന്ന യാക്കോബ് ഉണ്ടല്ലോ, അവന്റെ സന്തതിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടിൽ അവൻ ലഭിക്കപ്പെട്ട സമ്പത്താ നിന്റെ കൊട്ടാരത്തിനകത്തിരിക്കുന്നത്. അത് ഫറവോനെ നിന്റെ രാജ്യത്തിൻ്റെത് അല്ലതാ, പിന്നെന്താ? അത് ഞങ്ങളുടേതാ. ഇന്ന് രാത്രി നമുക്ക് ആത്മാവിൽ പ്രൂവ് ചെയ്ത് പറയാൻ പറ്റും, ദൈവത്തിന്റെ പൈതലേ, പിശാചിന് നിന്റേതല്ല, ലോകമേ അത് നിന്റേതല്ലെന്ന്. പിന്നെന്താ? അതിനകത്ത് എനിക്കൊരവകാശമുണ്ട്, അതിനകത്ത് നമുക്കൊരവകാശമുണ്ട്, അതിനകത്ത് ജലത്തിന് അവകാശമുണ്ട്. സ്തോത്രം! ഇത് രാത്രി മീറ്റിംഗിന് ഒരസാധ്യ തലം വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഒരസാധ്യ റൂട്ട് ദൈവാത്മ വെളിപ്പെടുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. എവിടേക്കോ ഏതൊക്കെയോ ദൈവം ചില നന്മകളുടെ റൂട്ടുകൾ ഈ രാത്രി ഒരു ആത്മാവിൽ പിടിച്ചെടുത്തു. ഉദരമന രഗനഘടക സംധരാധകാതുരിവിന് വൈഡാരകൾ ഘടകനം. സ്തോത്രം! ആമേൻ. എന്തിറങ്ങിപ്പോയോ അത് തിരിച്ചു കയറിയേ പറ്റത്തുള്ളൂ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ പ്രവാസികളെ മടക്കി വരുത്തണം. എന്താണോ ഇറങ്ങിപ്പോയത്, ആമേൻ, ആ ഇറങ്ങിപ്പോയത് തിരിച്ചാ ദേശത്തേക്ക് കയറി. ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഞാൻ സിയോനോട് കരുണ കാണിക്കും. അതിനുള്ള സമയം, അതിന്റെ കാലം ഇപ്പോൾ വന്നിരിക്കുന്നു. രണ്ട് കാര്യമുണ്ട്, അതിന്റെ സമയമുണ്ട്, അതിന്റെ കാലം. ഏതാ അതിന്റെ സമയം, ഏതാണ് അതിന്റെ കാലം? ആമേൻ, സ്തോത്രം. അതിന്റെ സമയത്താണ് കോരേശു എന്ന് കണക്ട് ആയത്. അതിന്റെ എക്കാലത്താണ് കോരേശു എന്ന് കണക്ട് ആയത്. ആ മനുഷ്യന്റെ ചരിത്രം പഠിച്ചെന്റെ തലയുടെ കിളി പോയിട്ടുണ്ട്. സ്തോത്രം! ഭയങ്കരമാണ്. ഇപ്പൊ പറയാൻ നേരമില്ല. കാര്യം, ദൈവത്തോടൊരു ബന്ധമില്ലാത്ത മനുഷ്യൻ, പക്ഷെ ആ മനുഷ്യനെ വിളിച്ചൊരു വിളിപ്പേര് കേട്ടോ,
കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതം ചെയ്യുന്നു. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 600 വർഷങ്ങൾക്ക് പുറകിൽ പ്രവചിക്കുക. കോരേശ് ഉണ്ടാകുന്നതിന് മുമ്പ്, അവന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുമ്പ്, അവന്റെ തലമുറകൾ ഉണ്ടാകുന്നതിന് മുമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. കൽപ്പിക്കുന്നു, ഒരുവൻ വരും. അതാ പ്രവാചക പറഞ്ഞേ, അവിടെ റാഞ്ചൻ പക്ഷിയെ കിഴക്ക് ദേശത്തു നിന്ന് കൊണ്ടുവരും. ഉൽപ്പത്തിയിൽ റാഞ്ചൻ പക്ഷി, അത് വേറെ. ആമനു റാഞ്ചൻ പക്ഷിയെ കിഴക്ക് ദേശത്തു നിന്ന് കൊണ്ടുവരും. പ്രവചനം എത്ര ശക്തമാ ദൈവത്തിന്റെ പൈതലേ. അതിന്റെ സമയം തികഞ്ഞപ്പോൾ, അതിന്റെ കാലം തികഞ്ഞപ്പോൾ, ഒരു സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ഞാൻ ഈ തിരുവെഴുത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിങ്ങനെ പറയുന്നു, എന്നോടുള്ള ദൈവവാഗ്ദത്തത്തിന്റെ സമയവും അതിന്റെ ഡേറ്റും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നിങ്ങളുടെ ലൈഫിനോട് ചേർത്ത് ആമേൻ പറയാൻ പറ്റും? അതിന്റെ സമയം, അതിന്റെ കാലം. സ്തോത്രം. ആ കാലം അടുത്തപ്പോഴാണ് ആമേൻ സ്തോത്രം രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവർക്ക് തുറന്നിരിക്കേണ്ടതിന്, തീർന്നില്ല, ആമേൻ, വാതിലുകൾ അടയപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ദൈവം ഈ മനുഷ്യന്റെ വലങ്കരത്തെ കയറി പിടിച്ചു. ഇവിടെ പറയാ, എടാ, ഞാൻ നിനക്ക് മുമ്പിൽ വാതിൽ തുറന്നിട്ടിരിക്കുക, നീ ഒന്നും ചെയ്യണ്ട, നീ ചെല്ലുമ്പോൾ തന്നെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. ഒരു സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ചെല്ലേണ്ട ദൈവം, നമ്മൾ ചെല്ലുന്നതിന് മുൻപ് വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. അല്ല, മഗ്ദലക്കാരി മറിയൊക്കെ കല്ലറയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റും, ഇത് പറഞ്ഞുകൊണ്ടാ പോകുന്നത്, ഈ കല്ലുരുട്ടി മാറ്റും. അപ്പോഴേ സ്വർഗം അത് ടൈപ്പ് ചെയ്ത് വെച്ചു. ഒറ്റ ഓടാ ദൂതനോട്, ദൂതൻ ചെന്ന് എന്ത് ചെയ്തു? ഇവരിത് പറഞ്ഞപ്പോഴേ മുകളിൽ നിന്ന് ദൈവം ദൂതനെ നിയമിച്ചു. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടി ആര് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരിത് ചെയ്യും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ആരിത് ചെയ്യും. ഇത് സ്വർഗം അപ്പോൾ തന്നെ ഏറ്റെടുത്തു. കുഞ്ഞെ, നിനക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? നിന്റെ വിഷയത്തിൽ ആര് കരം നീട്ടും? എനിക്ക് വേണ്ടി ആര് മുന്നിട്ടിറങ്ങും എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന അതേ ടൈമിൽ തന്നെ ദൈവം ദൂതനെ അസൈൻ ചെയ്തു. സ്തോത്രം. ആമേൻ. ഇവരറിഞ്ഞില്ല ഇവരുടെ വാക്ക് സ്വർഗം പിടിച്ചെടുത്തെന്ന്. ഇവരറിഞ്ഞില്ല ഇവരുടെ വാക്ക് ദൈവം ഏറ്റെടുത്തെന്ന്. ഇവരറിഞ്ഞില്ല ഇവർക്ക് വേണ്ടി ദൈവം ദൂതനെ നിയമിച്ചെന്ന്. സ്തോത്രം ചെയ്തത്. ഇതൊന്നും അറിയാതെ ഈ സഹോദരിമാര് കല്ലറയിലേക്ക് ചെന്ന കാഴ്ച അതിഗംഭീരമല്ലേ? അതേ ദൈവത്തിന്റെ വൈദ്യരെ, ഞാൻ അറിയാതിരിക്കുമ്പോൾ, നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ, നമ്മൾ അറിയാതിരിക്കുമ്പോൾ എവിടേക്കോ ദൈവം നമ്മുടെ വാക്കുകളെ പിടിച്ചെടുക്കുന്നുണ്ട്. കേട്ടോ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അസാധ്യ തലം വെളിപ്പെടുന്നുവല്ലോ. നമ്മുടെ വാക്കുകളെ സ്വർഗം എവിടേക്കോ ക്യാച്ച് ചെയ്യുന്നു. നമ്മുടെ വാക്കുകളെ ദൈവം എവിടേക്കോ പിടിച്ചെടുക്കുന്നു. പിടിച്ചെടുത്ത വാക്ക് നിമിത്തം ദൈവം ആരൊക്കെ എവിടേക്കോ നിയമിക്കുന്നു, അസൈൻ ചെയ്യുന്നു. അവർ ആ നിയമനത്തിന്റെ വാക്ക് കേട്ടിട്ട് ദ്രുതഗതിയിൽ അതിവേഗത്തിൽ അവർ പുറപ്പെടുന്നു. ഹല്ലേലൂയ. എന്തിനെന്നറിയാവോ? ആമേൻ, സ്തോത്രം. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട്. ആമേൻ. ഇവരെ കൊണ്ട് ചെന്ന് കയറിയതും ഭൂകമ്പം ഉണ്ടായതും കല്ലുരുട്ടി മാറ്റി ദൂതൻ അതിന്റെ മുകളിൽ ഇരിക്കുന്നതും ഇവര് കാണുക. ഞാൻ വീട്ടിൽ വെച്ച് ചോദിച്ച ചോദ്യമല്ലേ? അതേ കുഞ്ഞെ, നീ പുറപ്പാടിന്റെ സമയം ചോദിച്ചൊരു ചോദ്യമാ. പക്ഷെ ദൈവം അതേ നിമിഷത്തിൽ തന്നെ ദൂതനെ അവിടെ അസൈൻ ചെയ്തു. സ്തോത്രം. ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഏഞ്ചൽസിനെ എവിടേക്കോ ദൈവം ആക്കി വെച്ചത്. സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പെന്തക്കോസ്തർക്ക് ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊക്കെയാണ്. സ്തോത്രം. കുഞ്ഞെ, അന്ന് സംഭവിച്ചെങ്കിൽ ഇന്നും സംഭവിക്കും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ? ഈ സഭ ഒരു രാത്രിയിൽ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ഇവര് പോലും പറഞ്ഞില്ല ദൂതൻ കാരാഗൃഹത്തിന്റെ അകത്തിറങ്ങിയത്. ഇവര് പോലും പറഞ്ഞില്ല സ്തോത്രം പത്രോസിന്റെ അടുക്കൽ ചെന്നത്. ഇവര് പ്രാർത്ഥന തുടരുകയാണ്. പക്ഷെ ദൂതനെ അവിടെ അയക്കപ്പെട്ടു. സ്തോത്രം. ആമേൻ. ഒരു ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? ആമേൻ. സ്തോത്രം. ഇവര് അകലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, സഭ അകലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അകത്തളത്തിൽ ദൈവദൂതൻ ഇറങ്ങി പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി ഈ മനുഷ്യനെ കൊണ്ട് പുറത്തു കൊണ്ടുവരികയാണ്. ഈ വാക്യമൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം.
ഈ പത്രോസ് ഈ ദൂതന്റെ പുറകെ പുതപ്പും പുതച്ചുകൊണ്ട്, അന്നവർ കഥ ഉണ്ടായിരുന്നുള്ളൂ, പുതപ്പും പുതച്ചുകൊണ്ട് ഈ ദൂതന്റെ പിന്നാലെ വരിക. ഒരു ദർശനമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ഞാൻ ഈ വാക്യം ഒരിക്കലും മറക്കത്തില്ല പ്രിയരെ. കാരണം കഴിഞ്ഞ വർഷം എനിക്കൊരു ആഫ്രിക്കൻ മിഷൻ യാത്രയ്ക്ക് കർത്താവ് അവസരം ഒരുക്കി. ഉഗാണ്ട, കെനിയ എന്ന് 2 രാജ്യം. അതിന്റെ സാക്ഷി ഒത്തിരി ഉണ്ട്. എങ്കിലും ഞാൻ ഒറ്റ വാക്കി പറയാം. മുംബൈ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഉഗാണ്ട എൻഡബിയിലോട്ട് ചെല്ലേണ്ടത്. മുംബൈയിൽ നിന്ന് മുംബൈ ടു കെനിയ, കെനിയ ടു എൻഡബി എയർപോർട്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു വഴിത്തിരിവാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ എമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അതെന്നാ? എൻ്റെ വിസയുടെ പ്രോബ്ലം പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ കൂടെ വന്ന യാത്രക്കാരെല്ലാം, ആ മിഷൻ ട്രിപ്പിൽ പോകേണ്ടവരെല്ലാം കയറിപ്പോയി. എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. ഒരു രാത്രി 11 മണി മുതൽ രാവിലെ 9 മണി വരെ മുംബൈ എയർപോർട്ടിൽ ഞാൻ പെട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്നുകൊണ്ട് പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർ, എൻ്റെ ഒരു ബിജോയ് എന്ന് പറയാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ആഫ്രിക്കൻ മിഷൻ യാത്രയുടെ ഒരു വീഡിയോ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, 1.5 മണിക്കൂറുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി അറേഞ്ച്മെന്റ്സ് നടത്തി. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് ഒന്നും പേടിക്കണ്ട, അവിടെ ഇരുന്നോളാം. മുംബൈയില് ബാന്ദൂപ്പ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് താമസിക്കുന്ന സജി എന്ന് പറയപ്പെടുന്ന അദ്ദേഹം ഇപ്പം അയർലൻഡിൽ ആയിരിക്കും. വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ മുംബൈ എയർപോർട്ടിൽ പെട്ട് കിടക്കുകയാണ്, പാസ്റ്ററെ കളക്ട് ചെയ്യണം. സജി വർഗീസിന് എന്നെ അറിയത്തില്ല. സജി വർഗീസ് എന്നെ വിളിക്കുമ്പോൾ എന്റെ വൈഫിന് നമ്പറിലാണ് കിട്ടുന്നത്. എന്റെ ചേട്ടൻ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ പോവാൻ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അവന്റെ വൈഫ് വിളിച്ച് കരഞ്ഞു, അച്ഛാ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു പോകാൻ പറ്റിയില്ല. അച്ഛന് ഭാരമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ ഭാരപ്പെടുന്നു? ഈ തടസ്സം നേരിട്ടെങ്കിൽ എന്തോ ഇതിനകത്തൊരു ഡിവൈൻ പ്ലാനിങ് ഉണ്ടെന്ന് പ്രിൻസിപ്പാസ് എനിക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റി. അച്ഛന് ഭാരമുണ്ടായി. ഞാൻ മുംബൈ എയർപോർട്ടിന്റെ കോണി മാറിയിരുന്ന് മുഴങ്കാലം എടുത്ത് ഒരു ഒറ്റ കരച്ചില്, കർത്താവേ, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് എന്നെയാണ് ആഫ്രിക്കൻ മിഷൻ യാത്രയ്ക്ക് വേണ്ടി വിളിച്ചത്. ഞാൻ അവിടെ പോയിട്ട് എന്റെ വീട്ടിൽ പോകത്തുള്ളൂ. സ്തോത്രം. ആമേ. ദൈവത്തിന്റെ കരം ചലിച്ചു. ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന എയർപോർട്ടിന് ഒത്തിരി ദൂരെയാണ്, പാസ്റ്റർ ടാക്സി വിളിച്ചു വരാൻ പറഞ്ഞു. ഞാന് ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിനകത്തുനിന്ന്, മുംബൈ ചക്രവർത്തി എയർപോർട്ടിന്റെ അകത്തുനിന്ന് ഞാൻ പതിയെ ലഗേജ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നു. 100 കണക്കിന് ആൾക്കാർ പോകും അതിനകത്ത്. അടുത്ത കാര്യം കേൾക്കണോ പ്രിയപ്പെട്ടവരെ? ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇന്ന് മുംബൈയിലുള്ള ജെമി എന്ന് പറയപ്പെടുന്ന ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡറാണ്, ശക്തനായ ഒരു അഭിഷിക്തനാണ്. കഴിഞ്ഞ മാസം OPA ചർച്ചിന്റെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ഈ ദൈവദാസൻ അദ്ദേഹത്തിന്റെ ചർച്ചിൽ വന്ന ഒരു നോർത്ത് ഇന്ത്യൻ പാസ്റ്റർ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് തിരിച്ചു പോവാം. ഇനി ഈ കാര്യം പറയാം. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുക, എന്താ ആദ്യം ചോദിക്കുന്നത്? മലയാളിയാണോ? ഞാൻ പറഞ്ഞ മലയാളിയാണ്. അപ്രതീക്ഷിതമാണെന്ന്. എന്താ പ്രശ്നം? ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഉഗാണ്ടയിൽ പോകാൻ വേണ്ടി വന്നതാ, പോകാനായിട്ട് പറ്റിയില്ല. സ്തോത്രം. അടുത്ത ചോദ്യം, പാസ്റ്റർ ആണോ? ഞാനൊരു ജീൻസ് ഒക്കെ ഇട്ടത്, ജീൻസ് ഒരു ടീഷർട്ടും. പാസ്റ്റർ ആണോ? ഞാൻ പറഞ്ഞു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പാസ്റ്റർ. പ്രിയരെ, ആ മുംബൈ എയർപോർട്ടിനകത്ത് എന്നെ അറിയാവുന്ന ഒരു മനുഷ്യനില്ല, എനിക്കറിയാവുന്ന ഒരാൾ പോലും ഇല്ല. ഈ മനുഷ്യൻ എനിക്കൊന്ന് കൈ തന്നു. സ്തോത്രം. എവിടാ പാസ്റ്ററെ പോകട്ടെ? ഞാൻ പറഞ്ഞു, സജി വർഗീസ് എന്ന് പറഞ്ഞ ആളെടുക്കല്ല, നമ്പർ തന്നാട്ടെ. ഞാൻ നമ്പർ കൊടുത്തു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ ഈ നമ്പർ കൊടുത്തപ്പോൾ ഈ നമ്പറിൽ ഈ മനുഷ്യന്റെ ഫോണിലുണ്ട്. അയ്യോ, ഇത് നമ്മുടെ സഹിച്ചാലല്ലേ, നമ്മുടെ ICICI ബാങ്കിന്റെ, HDFC ബാങ്കിന്റെ ഇന്നാളല്ലാണ്, ഇത് എന്റെ സ്നേഹിതനാണല്ലോ. ഒറ്റ വിളി, അച്ഛാന്റെ വീട്ടിൽ പ്രകാശ് പീറ്റർ എങ്ങനെ വരാനിരിക്കുകയാണെന്ന്. ആണ്. എന്താ? അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ആ പോകുന്ന വഴിക്ക് എന്നെ കൊണ്ടുവന്നാക്കി. സ്തോത്രം. ഞാൻ ഈ ജെമിയുടെ പിന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് പാസ്റ്റർ എന്നെ അവിടെ നിങ്ങൾ കൈക്കൊണ്ടേ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ആ നിൽക്കുന്ന ഒരു അഭിഷിക്തനാണ്, നീ അവന് കൈ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു പാസ്റ്ററുടെ ഐഡന്റിറ്റി വേഷത്തിലല്ല ഞാൻ അവിടെ നിന്നത്. പക്ഷെ ആ മനുഷ്യനോട് സ്വർഗം ഇടപെട്ടു. അന്ന് എന്നോട് സ്വർഗം പറഞ്ഞു, ദൂതന്റെ പുറകെ പത്രോസ് പുതപ്പും പുതച്ച് നടക്കുകയാ. സ്തോത്രം. എവിടെയാ ഞാൻ തള്ളപ്പെട്ടത്?
എവിടെയാ ഒഴിവാക്കപ്പെട്ടത്? എവിടെയാ എന്റെ ഫ്ലൈറ്റ് മിസ്സായത്? 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ അതേ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു. ചില തടസ്സങ്ങൾ ഉണ്ടല്ലോ അഭിഷിക്തന്മാരെ, അപ്രതീക്ഷിതമേറിയ ചില തടസ്സങ്ങൾ ചില വഴിത്തിരിവുകൾക്ക് കാരണമായി മാറുമെന്നേ, പുതിയ റൂട്ടുകൾക്ക് കാരണമാകുമെന്നേ, പുതിയ ബന്ധങ്ങൾക്ക് കാരണമാകുമെന്നേ. സ്തോത്രം ചെയ്താട്ടെ. എന്റെ മിഷൻ ട്രിപ്പ് പൂർത്തീകരിച്ചു. ഞാൻ തിരിച്ചു വരുമ്പോൾ ആ സഭക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, വരുമ്പോൾ മുംബൈയിൽ ഇറങ്ങണം, ഞങ്ങളുടെ സഭ ക്രമീകരിക്കുന്ന മീറ്റിംഗിൽ 3 ദിവസം ശുശ്രൂഷിക്കണം. ഞാൻ പറഞ്ഞു സാധ്യമല്ല, മറ്റൊന്നുമല്ല, ക്ഷീണിതനായിട്ടാ വരുന്നത്, നാട്ടിൽ പോയിട്ട് വരാം. പറഞ്ഞു പ്രശ്നമില്ല, നാട്ടിൽ പോയിട്ട് വാ, കാര്യം ക്രമീകരിക്കാം. നാട്ടിൽ ചെന്നു. തിരിച്ച് അവിടുത്തെ മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു. എവിടെയാ ഞാൻ കരഞ്ഞത്? എവിടെയാ ഞാൻ തകർക്കപ്പെട്ടു പോയത്? എവിടെയാ എന്റെ ചില വഴികൾ അടഞ്ഞു പോയത്? അതേ സ്ഥലത്തു നിന്ന് തന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഏത് പട്ടണത്തിന് നടുവിലാണ് എന്റെ കണ്ണുനീര് വീണത്? അതേ പട്ടണത്തിൽ സ്തോത്രം, അതേ പട്ടണത്തില് സ്തോത്രം, ഒരു ചർച്ചിൽ ത്രിദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം വഴിയൊരുക്കി, വാതിലൊരുക്കി. എന്തുകൊണ്ടാ ദൂത് കൈമാറിയെന്നറിയാവോ കുഞ്ഞെ? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ സമയമുണ്ട്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ കാലമുണ്ട്. ആ കാലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കും നിന്റെ നന്മകളെ തടയിടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയില് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. വാക്യം ഇങ്ങനെയാണല്ലോ, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ അതിന്റെ സമയം, അതിന്റെ കാലം, അതിന്റെ സമയം വന്നിരിക്കുന്നു. അതിന്റെ സമയം വന്നിരിക്കുന്നു. അതിന്റെ കാലം, അതിന്റെ സമയം വന്നിരിക്കുന്നു. സിയോൻ, ആമേൻ, ആമേൻ. പിൽക്കാലത്ത് സിയോൻ ഒരു വ്യക്തിയുടെ പേരിനോട് ചേർത്ത് പറഞ്ഞു. സിയോൻ ദാവീദിന്റെ പട്ടണം. കുടുംബത്തിൽ ഒഴിവാക്കപ്പെട്ടവനല്ലേ? മാറ്റി നിർത്തപ്പെട്ടവനല്ലേ? ഒഴിവാക്കപ്പെട്ടവനല്ലേ? അവന്റെ പേരിൽ പിൽക്കാലത്ത് പട്ടണം അറിഞ്ഞെന്ന്. സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞെ, നിന്റെ പേരിൽ കുടുംബത്തിൽ ഒന്നും അറിയപ്പെടുന്നതിന്റെ അടയാളങ്ങളില്ലെങ്കിലും നാളുകൾ കഴിയുമ്പോൾ ദൈവം ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കും കേട്ടോ. സ്തോത്രം ചെയ്താട്ടെ. അടയാളപ്പെടുത്തലുകൾ എവിടേക്കോ നിങ്ങളിൽ കൂടെ ചില അടയാളപ്പെടുത്തലുകൾ ദൈവം ഉണ്ടാക്കി തരുമെന്ന്. ഈശായിയുടെ മക്കളാണ് എല്ലാവരും. എന്നാൽ പിൽക്കാലത്ത് ദാവീദിന്റെ പേരിൽ ഗ്രഹം അറിയപ്പെട്ടില്ല. ദാവീദിന്റെ ഗ്രഹം എവിടെ? നിനക്കൊരടയാളപ്പെടുത്തൽ എങ്ങും ഉണ്ടാകല്ലേ എന്ന് പലരും ചിന്തിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു ദൈവാത്മാവ്, നിങ്ങൾക്കൊരു അടയാളപ്പെടുത്തൽ എങ്ങും ഉണ്ടാകരുതെന്ന് പലരും ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചെല്ലുന്നിടങ്ങളിലെല്ലാം നിങ്ങൾ അടയാളമാകും, അടയാളപ്പെടുത്തലായി മാറും. അവിടെയെല്ലാം നിങ്ങൾ സഞ്ചരിച്ചിട്ട് പോയി കഴിഞ്ഞ ആൾക്കാർ പറയും, ഇവിടെ ഇതുവഴി ഒരുവൻ സഞ്ചരിച്ചല്ലോ, അതിന്റെ അടയാളമാണ് ഇന്നീ കാണുന്ന സ്തൂപങ്ങൾ. പ്രാർത്ഥിക്കാം. എവിടൊക്കെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തലുകൾ ഒരുക്കപ്പെടത്തില്ലെന്ന് ശത്രു വാദിക്കുന്നു, അവിടൊക്കെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി കർത്താവേ തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുക. സഭ, കുടുംബങ്ങൾ ഒക്കെ ആമേൻ അങ്ങയുടെ തിരുകരങ്ങളിലാണല്ലോ. അതേ സിയോനോട് കരുണ കാണിക്കാനുള്ള കാലം, അതിന്റെ സമയം വന്നിരിക്കും. ആ കാലം, ആ സമയം, ആ സമയത്തിൽ, ആ കാലത്തിലേക്ക് കർത്താവ് ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ എനിക്ക് അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദി വാക്കുകൾ അറിയിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുമാർക്ക്. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ മധ്യേ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രകാശ് പീറ്റർ പാസ്റ്ററിനോടുള്ള സ്നേഹത്തെയും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകൾക്കായിട്ട് ദൈവത്തെ വീണ്ടും വാഴ്ത്തുന്നു. അതേ കർത്താവ് നഷ്ടപ്പെട്ടതിനെ ഈ ദിവസങ്ങളിലും നമുക്ക് വേണ്ടി മടക്കിത്തരുന്ന ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പ്രിയ കർത്തദാസനോട് ഒരിക്കൽ കൂടി കർത്താവ് കേൾപ്പിക്കാനിടയാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം, അതെ അത് വന്നിരിക്കുന്നു. ഇന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതിനെ ഇരട്ടിയാക്കി മടക്കി കൊടുക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇസ്രായേലിന് പലതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചപ്പോൾ 430 വർഷത്തിന് ശേഷവും ഒരു രാത്രികാലം കൊണ്ട് അവരുടെ കരങ്ങളിലേക്ക് കർത്താവ് വേണ്ടുന്നത് കൊടുത്ത് ആമേൻ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ട്. അതേ ഒരു ഇയ്യോബിൻ്റെ ജീവിതം
ദൈവം മടക്കി കൊടുത്തുവെങ്കിൽ, പ്രിയ ദൈവദാസനോട് വീണ്ടും കർത്താവ് നമ്മളോട് ഇടപെട്ടതിനെ ഓർത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മടക്കി തരുവാൻ ദൈവം സർവശക്തനാണ്. ദൈവം നീതിയോടെ വിവരിക്കുന്ന ദൈവമാണ്. ആത്മീയ മണ്ഡലങ്ങളായിരിക്കാം, ഭൗതിക മണ്ഡലങ്ങളായിരിക്കാം, എല്ലാത്തിനും ഒരു സമയമുണ്ട്. തിരുവചനം പറയുമ്പോൾ ഒരുപക്ഷെ ഈ ദിവസങ്ങളായിരിക്കാം ഒരു മടങ്ങിയ വരവ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നത്. ചില വഴികൾ, വാതിലുകൾ തുറക്കുവാൻ പോകുന്നത്. അതല്ലെങ്കിൽ ദൈവകാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ, സമയത്തിൻ്റെ തികവിൽ കർത്താവ് തുറക്കേണ്ട വഴികൾ തുറക്കും. ഒരു കോരേശിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, ഒരു മൊർദെഖായിക്ക് വേണ്ടി ഒരു രാജാവിൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടുവെങ്കിൽ, നമ്മൾ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിൽ ആ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. ദൈവം മറിഞ്ഞ് നമ്മൾ കാണുന്നില്ലെങ്കിലും കർത്താവ് സകലതും കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവം അറിയുന്നു. ചിലതൊന്നും എനിക്ക് ലഭിക്കേണ്ടതായിരുന്നു, ലഭിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പക്ഷേ ചില പ്രാർത്ഥനകൾ കർത്താവ് കേട്ടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ചില നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ എന്നിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്ന് വിശ്വാസ പഠനം കർത്താവെ അവിടുന്ന് പ്രതിക്രിയ ചെയ്യുന്ന ദൈവമാണ്. അവൻ ഈ ദിവസങ്ങളിലും എനിക്ക് വേണ്ടി നീതിയോടെ വ്യവഹരിക്കുന്ന ദൈവമുണ്ട്. അളവുനൂൽ മനോഹര ദേശത്ത് വീണ്ടിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഒരു ഓഹരി, ഒരു പങ്ക്, ഒരു അവകാശം ദൈവമക്കൾക്ക് വേണ്ടിയുണ്ട്. ഒരു യോശുവായ്ക്ക് വേണ്ടി ദൈവം അത് കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു കാലേബിന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. അത് ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല, ആത്മീയ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന യുഗത്തിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവിനെ ആരാധിക്കുന്നത് ദൈവം വിശ്വസ്തനാണെന്ന് പ്രിയ ദേവദാസനോടെ കർത്താവ് നമ്മളെ കേൾപ്പിച്ചതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രിയ കർത്തദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലും ദൈവത്തിന് ആത്മഹൃദ്യമായി നമ്മൾ ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രിയ കർത്തദാസ് ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശക്തമായി ദൈവം ഈ ദിവസങ്ങളിലും അനേകയിടങ്ങളിൽ കർത്താവിൻ്റെ ഒരു മാനപാത്രമാക്കി, ശക്തിയേറിയ ദൂതുവാഹകനാക്കി കർത്താവ് വീണ്ടും അതിലെ കഴിഞ്ഞാൽ ഏറെ ശക്തിയോടെ ഉപയോഗിക്കാണ്ട് പ്രാർത്ഥിക്കാൻ, കുടുംബമായി ദൈവം മാനിക്കുകയും ചെയ്ത് ആ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ പ്രിൻസ് പാസ്റ്ററായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസ് നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. സ്വതത്തിനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതവും മനോഹരവും വിലയിരുന്നതുമായ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വന്ന് അങ്ങയുടെ വചനം കേൾക്കുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് നൽകിയ വിലയേറിയ വിശിഷ്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ കർത്താവ്. അവിടെ ഞങ്ങൾ ഇടപെട്ട ദൂതുകൾക്കായിട്ട് സ്തോത്രം. നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവകൃപയാൽ കർത്താവെ തന്റെ ജനത്തെ മടക്കി വരുത്തേണ്ടതിന് അങ്ങയുടെ ഇടപെടൽ വെളിപ്പെട്ടതുപോലെ കർത്താവെ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ വല്ലാത്ത അസ്വസ്ഥതകളോട് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഇടത്ത് കർത്താവെ ലാഭത്തിന്റെ കണക്കില്ലാത്ത ദൈവിക നന്മകളുടെ അനുഗ്രഹങ്ങളോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടെടുക്കപ്പെട്ട ജനത്തെ മടക്കി വരുത്തിയതുപോലെ തന്റെ ജനത്തെ മടക്കി വരുത്തേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് അവിടെ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സിയോനോട് കരുണ കാണിക്കുന്ന കാലം നാഴിക അങ്ങ് ഒരുക്കി വരുത്തുന്ന നിയോഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ കരഞ്ഞ് അതേ ശീലോവിൽ സ്തോത്രം. ഇന്നലകളിൽ ഹന്ന കരഞ്ഞ് അതേ ശീലോവിൽ കർത്താവേ തന്റെ മകനെ കൊണ്ട് ദൈവശബ്ദം കേൾപ്പിക്കത്തക്കവണ്ണം, അതേ ശീലോവിൽ ദൈവശബ്ദം കേൾപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടതുപോലെ ഞങ്ങൾ അപമാനിക്കപ്പെട്ട ഇടത്ത്, ഞങ്ങൾ തകർക്കപ്പെട്ട ഇടത്ത്, ഞങ്ങൾ നിന്ന അനുഭവിച്ച ഇടത്ത് എന്റെ കർത്താവേ അങ്ങയുടെ മാന്യത വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ ദാസനെ അങ്ങയുടെ വചനത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൂടപ്പെട്ട ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം തൊട്ട് വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നഷ്ടങ്ങളായെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു വെച്ചതിന് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം തൊട്ട് സീസണ ദൈവാത്മാവ് എടുത്തു മാറ്റുന്നതോട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. യോണിപ്പാസ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തണമേ. പ്രകാശ് പാസ്റ്ററെ ഓർക്കുന്നു. അങ്ങയുടെ നാമത്തിന് വ്യാപ്തിക്കായി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കൃപയെ ഞങ്ങളെ മറയ്ക്കും പ്രാർത്ഥന കേട്ടു നാമത്തിൽ ചോദിക്കുന്നു. ദയതോന്നി കേട്ടുള്ള പരിശുദ്ധ പിതാവേ, ആമേൻ. കർത്താവിന് മഹത്വം കൊടുക്കാം. ഒരുമിച്ച് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് മടങ്ങി പോകാം.
എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, യേശു വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, ദൈവം വാഴുന്നു, രാജപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, ദൈവം വാഴുന്നു, രാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, ദൈവം വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, യേശു വാഴുന്നു, രാജാവായി വാഴുന്നു. ഏഴുമടങ്ങ് ചുമച്ചൂടായി വരുമ്പോഴും എന്റെ ദൈവം വാഴുന്നു. ചൂടായി വരുമ്പോഴും എന്റെ ദൈവം വാഴുന്നു. അഗ്നിയ നടുവിലും അഗ്നിയിൻ നടുവിലും നാലാമനായ എന്റെ ദൈവം വാഴുന്നു. അഗ്നിയ നടുവിലും അഗ്നിയിൻ നടുവിലും നാലാമനായവൻ എന്റെ ദൈവം വാഴുന്നു. ഒരുമിച്ച് പാടാം. അവൻ വാഴുന്നു, ദൈവം വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവായി വാഴുന്നു. അവൻ വിശ്വാസത്തോടെ അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവായി വാഴുന്നു. എന്റെ ദൈവം വാഴുന്നു. ഏകാന്തമാനവിന്റെ പത്മോസിൻ മണ്ണിലും എന്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടുകൂടെ എന്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോടുകൂടെ എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, 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 രാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. Yes, yes, the control. അത്രത്തം ദൈവത്തിന്റെ കരങ്ങളാണ്. എന്റെ ദൈവം വാഴുന്നു. ഒട്ടക്കിടത്തിലും വീട്ടിലും എന്റെ ദൈവം വാഴുന്നു. കാരാഗൃഹത്തിലും രാജസനത്തിലും എന്റെ ദൈവം വാഴുന്നു. കാരാഗൃഹത്തിലും രാജസനത്തിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. വാഴുന്നു, വാഴുന്നു,
രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു. ഹല്ലേലൂയ. രാജാതി രാജാവായി വാഴുന്നു, എന്റെ ദൈവം, എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, വാഴുന്നു, വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, വാഴുന്നു, വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളെ കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മൾ പിരിയുന്നെങ്കിലും പിരിയാത്ത ദൈവ സാന്നിധ്യം നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് ഇരിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവപരിശുദ്ധി ആത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് ഇരിക്കുമാറാകട്ടെ. ക്രിസ്തയേശു മുഖാന്തരം ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.